Hi all, എല്ലാവർക്കും നമസ്കാരം. So I welcome you all to yet another session of quantity surveying. So രണ്ട് ക്ലാസ് ഇതിനു മുമ്പ് എടുത്തിരുന്നു. സോ ഫസ്റ്റ് ക്ലാസ്സിൽ ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനും സിലബസ് ഡിസ്കഷനും ഒക്കെ ആയിരുന്നു. സോ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയിരുന്നു. സോ എങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഫർദർ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് റിഫ്രഷ് ചെയ്യാം, അതിനുശേഷം പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം പറഞ്ഞത് ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ജോബ് റോളാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പലയിടത്തായിട്ട് പല പല വേക്കൻസികൾ അവൈലബിൾ ആണ് ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ള പോസ്റ്റിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേക്കൻസി റിപ്പോർട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയർ എന്ന വ്യക്തി ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മേ ബി സൈറ്റ് എഞ്ചിനീയർ ആവാം, പ്രൊജക്ട് മാനേജേഴ്സ് ആവാം. ഓക്കെ, സോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷനാണ് ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ QS ഷോർട്ട് ഫോമിൽ പറയും. സോ എന്താണ് QS ഒരു പ്രൊജക്റ്റിൽ, എന്താണ് ആ പോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ വ്യക്തി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ക്വാണ്ടിറ്റി സർവേയർ എന്ന വ്യക്തി മെയിനായിട്ട് ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റ് നടക്കുമ്പോൾ, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഓഫ് വേരിയസ് ടൈപ്സ്, അതായത് ഒരു ബിൽഡിംഗ് ആവാം, റോഡ് ആവാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിലും ആ പ്രൊജക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റും ആ പ്രൊജക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ കോൺട്രാക്റ്റുകളും ഉണ്ടാവും. സോ അതിനെപ്പറ്റി വെൽ അവെയർ ആയിരിക്കണം ഒരു ക്വാണ്ടിറ്റി സർവേയർ. സോ എപ്പോഴും ഒരു പ്രൊജക്റ്റ് ഒരു ക്ലയൻറ്റ് ചെയ്യുന്നത് ബേസിക് ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ് അല്ലേ? അതിനു വേണ്ടിയിട്ടായിരിക്കും ക്ലയൻറ്റ് ഒരു പ്രൊജക്റ്റിന് വേണ്ടി മുമ്പിലേക്ക് ഇറങ്ങുന്നത്. സോ ആ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് മെയിനായിട്ട് QS ആണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, പിന്നെ അത് മാത്രമല്ല കോൺട്രാക്റ്റിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുക എന്നുള്ളത് ക്വാണ്ടിറ്റി സർവേയർ ഡ്യൂട്ടിയാണ്. എപ്പോഴും ഈ ക്വാണ്ടിറ്റി സർവേയർ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു പോസ്റ്റാണ് സർവേയർ. വെറുതെ സർവേയർ എന്ന് പറയും, പക്ഷെ എപ്പോഴും അത് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. സർവേയർ നോർമൽ സർവേയർ എന്ന് ഉദ്ദേശിച്ചത് സാധാരണ ലാൻഡ് സർവേയർ ആണ്. ലാൻഡ് സർവേയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ സർവേയിങ് ചെയ്യത്തില്ലേ സൈറ്റിലൊക്കെ. സോ അവിടെ വെറും സർവേയർ മീൻസ് ദേ ആർ ലാൻഡ് സർവേയേഴ്സ്, ബട്ട് നമ്മളിവിടെ പറയുന്നത് ക്വാണ്ടിറ്റി സർവേയർ ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി സർവേയർ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യം വരാം. സാധാരണ രീതിയിൽ ക്വാണ്ടിറ്റി സർവേയർ വർക്ക് ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ ഓൺ ദ കോൺട്രാക്ടർ ഓർ ദേ ക്യാൻ വർക്ക് ഫോർ ദ ക്ലയൻറ്റ്. കാര്യം ക്ലയൻറ്റിന് വേണ്ടി ഒരു ക്വാണ്ടിറ്റി സർവേ സാധാരണ രീതിയിൽ ഉണ്ടാവും. കാര്യം സൈറ്റിൽ പണി നടക്കുമ്പോൾ ആ പണിക്കനുസരിച്ചിട്ടുള്ള പൈസ എത്രത്തോളം പോകുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ പോകുന്നത്, ഓരോ സ്റ്റേജിലും റിലീസ് ചെയ്യേണ്ട ഒരു ഇത്ര തുക ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങണം എന്നുള്ളൊരു കണക്കുണ്ടാവും. സോ അതൊക്കെ കറക്റ്റായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ ഒരു ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. സോ അത് നോക്കുന്നത് QS ആയിരിക്കും. അതേപോലെ തന്നെ കോൺട്രാക്ടറിൻ്റെ സൈഡിലും QS ഉണ്ടാവും. കാര്യം ഒരു മെയിൻ കോൺട്രാക്ടർ അയാളുടെ സൈറ്റിൽ പണികൾ ഓരോ വർക്ക് ഐറ്റംസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അയാളുടെ അണ്ടറിൽ കുറേ സബ് കോൺട്രാക്ടർ ഉണ്ടാവും. ഒരു കോൺട്രാക്ടർ അണ്ടറിൽ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും ചെറിയ ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ സബ് കോൺട്രാക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റിനുള്ള പേയ്മെൻറ്റ് സബ്മിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺട്രാക്ടറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് QS ചെയ്യാനുണ്ട്. ഞാൻ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. കുറേ ടേംസ് ഇപ്പം ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക്. പേയ്മെൻറ്റ് സബ്മിഷൻ,
അല്ലെങ്കിൽ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ക്ലയൻറ്റ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി എന്താണ് ആ എക്സ്പീരിയൻസ് നമുക്ക് വരും തോറും നമുക്ക് കൂടുതൽ അതിലേക്ക് എന്താണ് കുറച്ചുകൂടി നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സിംപ്ലി പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് ഡീൽ ചെയ്താൽ ആ പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ്, കോസ്റ്റ്, കോൺട്രാക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സിംപ്ലി ഒരു സൈറ്റിൽ പോയി ചെയ്യേണ്ട ഒരു ജോബല്ല, മെയിൻലി ഒരു ഓഫീസ് ജോബാണ് എങ്കിലും ഒരു വല്ലപ്പോഴും വർക്കിൻ്റെ പ്രോഗ്രസ് അറിയാനോ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാകുന്ന സമയത്തോ ഒക്കെ സൈറ്റിൽ പോയി അത് ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസും ഉണ്ടാവാം. സോ ഒരു കൂടുതൽ സമയത്തും ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ജോബാണ്. ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ പോലെ ഒരു എന്താണ് സൈറ്റ് ഓറിയൻറ്റഡ് സൈറ്റിൽ ഇറങ്ങിപ്പോയി ചെയ്യേണ്ട ജോബ് അല്ല ക്വാണ്ടിറ്റി സർവേ ജോബ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ക്വാണ്ടിറ്റി സർവേയിങ് സിലബസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് 2 യൂണിറ്റ് ആണ് ബേസിക് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി സർവേയിങ് ആസ്പെക്റ്റിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലൊക്കെ നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കാം എന്നുള്ളൊക്കെ ഒരു കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ക്വാണ്ടിറ്റി സർവേയർ ആരാണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ടേംസ് ഉണ്ട്. നമ്മൾ ഈ സബ്ജക്റ്റിലുടനീളം കേൾക്കാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അതിനകത്ത് നമ്പർ 1 ക്വാണ്ടിറ്റി. എന്താണ് ക്വാണ്ടിറ്റി എന്നുള്ള ടേം? സിംപ്ലി നമ്മളൊരു ക്വാണ്ടിറ്റി എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ക്വാണ്ടിറ്റി, അല്ലേ? എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പല രീതിയിൽ പറയാം, അല്ലേ? ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾ പല രീതിയിലാണ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ വെള്ളം എങ്ങനെയാ നമ്മൾ പറയുന്നത്? എത്രത്തോളം വെള്ളമുണ്ട്, ഇത്ര ലിറ്ററിലാണ് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്പേഴ്സിൽ പറയും, ചില കാര്യങ്ങൾ മീറ്റർ ക്യൂബിൽ പറയും, വോളിയത്തിൽ പറയും, ചിലത് നമ്പേഴ്സിൽ പറയും, ചിലത് നീളത്തിൽ പറയും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, പിന്നീട് രണ്ടാമത് പറയുന്നത് റേറ്റ് ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ്, ഓരോ കാര്യത്തിനും റേറ്റ് ഉണ്ട്. അതായത് ഒരു നിശ്ചിത കാര്യത്തിന് എത്ര രൂപയാകും, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എത്ര രൂപയാകും എന്നുള്ളതിൻ്റെ കണക്കാണ് റേറ്റ്. ഉദാഹരണം പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ സിവിൽ എഞ്ചിനീയർ ആസ്പെക്റ്റിൽ പറയാം, ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വില എങ്ങനെയാണ് പറയുന്നത്? ഒരു ചാക്കിൻ്റെ വിലയാണ് റേറ്റ്, കോസ്റ്റ് ഓഫ് 1 സിമെൻറ്റ് ബാഗ്. അങ്ങനെ കോസ്റ്റ് ഓഫ് 1 സിമെൻറ്റ് ബാഗ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? 10 സിമെൻറ്റ് ബാഗിൻ്റെ വില കണ്ടുപിടിക്കാം. ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ അതാണ് റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു യൂണിറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക, യൂണിറ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ആണ് നമ്മൾ സാധാരണ രീതിയിൽ റേറ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെ യൂണിറ്റ് പ്രൈസ് ഒരു കാര്യത്തിൻ്റെ അറിയാമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ സിമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, അതുപോലെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും എസ്റ്റിമേഷനെ പറ്റിയാണ് പറയാനുള്ള. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ആൻഡ് കോസ്റ്റ്. അതായത് നേരത്തെ 2 ടേംസ് പറഞ്ഞിരുന്നു, അതായത് ക്വാണ്ടിറ്റി ആൻഡ് റേറ്റ്. നമുക്ക് ആദ്യം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിലൂടെ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ രണ്ടും ഇൻവോൾവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി അത് മാത്രമല്ല, നമ്മൾ ഈ സബ്ജക്റ്റിൽ ഉടനീളം പഠിക്കാൻ പോകുന്നത് ഈ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് ഓൾറെഡി, പല കാര്യങ്ങൾ നമ്മൾ പല രീതിയിലാണ് ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എടുക്കും. സോ ക്വാണ്ടിറ്റി നമുക്കറിയാമെങ്കിൽ, റേറ്റും അറിയാമെങ്കിൽ നമുക്ക് എമൗണ്ടിലേക്ക്,
കോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ബേസിക് ആയിട്ട് നമുക്കൊരു നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ സിംപ്ലി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. നമ്പർ 1, ഡ്രോയിങ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ്, ബിൽഡിങ്ങിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം പല ഐറ്റംസ് ഓഫ് വർക്ക് ഉണ്ട്. അതായത് പല ഐറ്റംസ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺക്രീറ്റ് ആവാം, പ്ലാസ്റ്റർ ആവാം, പെയിൻ്റ് ആവാം, എക്സ്കവേഷൻ ആവാം, ബേസ്മെൻ്റ് ആവാം, ഫൗണ്ടേഷൻ ആവാം, റീഇൻഫോഴ്സ്മെൻ്റ് ആവാം, PCC ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റ് ഒരു ഡ്രോയിങ്ങിൽ എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രോയിങ് വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ഡ്രോയിങ്ങിലൂടെ നമുക്ക് ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ, നീളം എത്രയാണ്, വീതി എത്രയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോറ്, ഇന്ന ഡോറിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡോറിൻ്റെ വിട്ടേര് പല ഐറ്റംസ് ഓഫ് വർക്കിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് അറിയണമെങ്കിൽ പ്ലാൻ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആവശ്യമാണ്. ഡ്രോയിങ് പ്ലാൻ മാത്രം പോരാ, കൂട്ടത്തിൽ എലിവേഷൻ വേണം, സെക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു പരിധി വരെ നമുക്ക് ഡ്രോയിങ്സ് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിൻ്റെ ഡയമെൻഷനും ഐറ്റംസ് എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യമാണ് സ്പെസിഫിക്കേഷൻ. ഉദാഹരണം പറഞ്ഞാൽ ഒരേ കാര്യത്തിന് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഫ്ലോറിങ്. ഓക്കെ, ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിന് ഫ്ലോറിങ്ങിൻ്റെ പ്ലാനിൽ നിന്ന് കിട്ടുന്ന ഏരിയ നമുക്ക് കിട്ടും. പക്ഷേ റേറ്റ് അറിയണമെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അറിയുക എന്നുള്ളതാണ്. കോസ്റ്റ് അറിയണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം ക്വാണ്ടിറ്റി വേണം, രണ്ടാമത്തെ കാര്യം റേറ്റ് വേണം. എങ്കിലേ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ കോസ്റ്റിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഐറ്റമാണ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയെങ്കിലും ഡ്രോയിങ്ങിന് കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത് ഫ്ലോറിങ് നമുക്ക് കണ്ടുപിടിക്കാം ഡ്രോയിങ് വെച്ചിട്ട്. ഓരോ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ ക്വാണ്ടിറ്റി വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോറിങ് സാധാരണ രീതിയിൽ ഒരു വലിയ ബിൽഡിംഗ് എടുത്തില്ലെങ്കിൽ പോട്ടെ, ഒരു സിമ്പിൾ റൂമിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു റൂമിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ ഏരിയ അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു റൂമാണെങ്കിൽ ആ റൂമിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്താൽ ഞാൻ ഉദ്ദേശിച്ച് ഇൻസൈഡ്. ഓക്കെ, ഇൻസൈഡ് ലെങ്ത് ഇൻറ്റു ഇൻസൈഡ് ബ്രെത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ എമൗണ്ടിലേക്ക് എത്തണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് കാര്യം റേറ്റ് ആണ്. ആ ഫ്ലോറിൽ, ആ കിട്ടിയ അത്രയും ഏരിയയിലുള്ള ഫ്ലോറിൽ നമുക്ക് പല രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ടൈലാവാം, ഗ്രാനൈറ്റ് ആവാം, എന്ത് വേണേലും ആവാം, മാർബിൾ ആവാം, എന്ത് മെറ്റീരിയൽ ആവാം. ഈ ഓരോ മെറ്റീരിയലിലും റേറ്റ് ഡിഫറെൻ്റ് ആണ്. സോ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐറ്റം ഓഫ് വർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് അതിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് എന്ത് ടൈപ്പാണ്, അത് ചെയ്യുന്ന അതിനകത്ത് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൊപ്പോർഷൻ എന്താണ്, വർക്ക്മാൻഷിപ്പ് എന്താണ്, അതിനെപ്പറ്റിയുള്ള പ്രോപ്പർ ഡിസ്ക്രിപ്ഷനാണ് സ്പെസിഫിക്കേഷനകത്ത് വരുന്നത്. സോ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഒരു കാര്യത്തിൻ്റെ റേറ്റ് മാറുന്നത്. ശരിയല്ലേ? സോ ഇപ്പോൾ ഇത് വേറെ സിമ്പിളായിട്ട് പറയാം, വേറെ എക്സാമ്പിളൂടെ പറയാം. സ്പെസിഫിക്കേഷനകത്ത് ചില സ്ഥലത്ത് 1:4 മോർട്ടാർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലയിടത്ത് 1:, വേറെ റേഷ്യോയിലാവാം. അല്ലെങ്കിൽ കോൺക്രീറ്റ് 1:2:4 ആവാം, ചിലപ്പോൾ 1:1.5:3 ആവാം. ഇതിന് രണ്ടിൻ്റെയും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് റേറ്റ് മാറുന്നത്. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പെസിഫിക്കേഷൻ. ഡ്രോയിങ്ങിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം, പക്ഷേ റേറ്റ് അറിയണമെങ്കിൽ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ സ്പെസിഫിക്കേഷൻ ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തേക്കും ഏത് ഐറ്റമാണ്. സോ ആ ഐറ്റത്തിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷൻ നോക്കിയാൽ
നമുക്ക് അറിയാനും പറ്റും. So next we will go to purpose of estimation. എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്, അല്ലെ എസ്റ്റിമേഷൻ്റെ പേർപ്പസ് എന്താണ്? Last class I think we have already discussed about this topic, and I hope all are well aware of this topic. Most of you have answered the question that I have asked in the last class. Anyway, you can go through all these points. You just go through that number points, so you can understand. If you have any doubts regarding these points, you can ask me directly. Okay. Okay, this is the place where we stopped in the last session. So in the there I asked you, I told you to identify the various items of work, and many of you have told many items of work, like roofing, cladding, painting, plastering, like that. You have mentioned numerous number of items of work. So it's very important that we should be well aware of various items of work. Then only we can go deeper into the estimation part of this subject. Okay, so അപ്പോൾ നിങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഓഫ് വർക്ക്. ഓരോ ഐറ്റംസ് ഓഫ് വർക്ക് എന്തൊക്കെയാണ്, എവിടെയൊക്കെ വരുന്നു, ആൻഡ് ഓൾസോ അറ്റ് വാട്ട് സ്റ്റേജ് ഇറ്റ്സ് കമ്മിങ്, അതായത് ഏത് സ്റ്റേജിലാണ് ഈ ഐറ്റംസ് ഓഫ് വർക്ക് സൈറ്റിൽ നടക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം ഐഡിയ ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ടേംസിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവാം, ജസ്റ്റ് ഒന്ന് കടന്നു പോവുക. എർത്ത് വർക്ക്, കോൺക്രീറ്റ്, ബ്രിക്ക് വർക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂണിറ്റ് എന്താണ്. എർത്ത് വർക്ക് നമ്മൾ ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ബ്രിക്ക് വർക്ക് എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, സ്റ്റോൺ വർക്ക്, റൂഫിങ്ങിൻ്റെ ഏതെല്ലാം ടൈപ്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. സോ എപ്പോഴും ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിലവിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റി ഒരു ഐഡിയ വെച്ചിരിക്കുന്ന വളരെ നല്ലതാണ്. സിമ്പിളായിട്ട് പറയാം, റൂഫിങ്ങിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള റൂഫിംഗ് മെറ്റീരിയൽസ് അവൈലബിളാണ്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. അതിൻ്റെ വില എത്രയാണ്, അതിൻ്റെ ഓരോ മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അതിനെപ്പറ്റി നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മാംഗ്ലൂർ ടൈൽസ്, ഓട് അല്ലേ, അതാണോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പല സ്ലോപ്പിംഗ് റൂഫ് പോർഷനിൽ? അതല്ല, ബാക്കി വേറെ ഏതെല്ലാം ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഈവൻ ദോ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എർത്ത് വർക്ക്, കോൺക്രീറ്റ്, അങ്ങനെ 13 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക് നമ്മുടെ സ്കോപ്പിൽ സാധാരണ രീതിയിൽ വരാറില്ല. അത് നല്ല വലിയ പ്രൊജക്റ്റുകളിലൊക്കെ MEP എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതൊരു വേറൊരു സെക്ഷനായിട്ടാണ്. അതൊരു സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കോപ്പിൽ വരാറില്ല. എങ്കിൽ കൂടി നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. ഓക്കെ, കാര്യം എപ്പോഴും സൈറ്റിൽ നിങ്ങൾ കുറേ ഒരു ഇൻഫോ പറയാണ് നിങ്ങളുടെ അറിവിലേക്ക്. നല്ല കമ്പനികളിലൊക്കെ ഒരു MEP കോർഡിനേറ്റർ ഉണ്ടാവും. അതായത് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ ആയിരിക്കും ഈ MEP. അതിൻ്റെ സെക്ഷനല്ല, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു സെക്ഷൻ ആയിരിക്കും MEP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും. എപ്പോഴും ഈ MEP സെക്ഷനും സിവിൽ സെക്ഷനും ഒരു കോർഡിനേഷനിൽ വേണം വർക്ക് ചെയ്യാൻ. കാര്യം ഇപ്പോൾ ഇക്കാലത്തൊക്കെ കൺസീൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് കൺസീൽഡ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ ലൈൻസ് അല്ലെങ്കിൽ പ്ലംബിംഗ് ലൈൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കൺസീൽഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. കൺസീൽഡ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഭിത്തി ഉണ്ടെങ്കിൽ ആ ഭിത്തിക്ക് അകത്തൂടെ നമ്മളൊരു പോർഷൻ കട്ട് ചെയ്ത് ഗ്രൂവ് പോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിനകത്തൂടെ ആയിരിക്കും വയേഴ്സ് അല്ലെങ്കിൽ പ്ലംബിംഗ് ലൈൻസ് കൊടുക്കുന്നത്. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ സിവിൽ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം സിവിലുമായിട്ട് എപ്പോഴും
ഒരു എന്താണ്, അവരെപ്പോഴും ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്ത് അവരുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തി മാത്രമേ അവരുടെ വർക്ക് മുമ്പിലേക്ക് പോകാറുള്ളൂ. ഓക്കെ, എനിവേ നിങ്ങൾ ജസ്റ്റ് ഈ ഐറ്റംസ് ഓഫ് വർക്ക്സിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോവാം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇതുവരെ പറഞ്ഞത് കുറച്ച് ജനറൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കരുതിയാൽ മതി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് റിയൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്. നിങ്ങൾ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, കഴിഞ്ഞ തവണ നിങ്ങളുടെ സീനിയർ ബാച്ചിൽ ഇൻ്റർവ്യൂ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം എസ്റ്റിമേറ്റ് എടുക്കാനാണ് കൊടുത്ത ടാസ്ക്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഈ സബ്ജക്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക. മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നല്ലേ നാളെ ഉപകാരപ്പെടും. സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിലേക്ക് വരാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കും എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. നമ്മൾ പണ്ട് ബിടെക് പഠിക്കുന്ന സമയത്തൊക്കെ സർവേയിങ് ചെയ്യുമ്പോൾ ഒരു ബുക്ക് ഉണ്ടാവും, ഡേറ്റാ ബുക്ക് പോലെ. അതിനകത്ത് നമ്മൾ ബുക്ക് മെഷർമെൻറ്റ് നമ്മൾ എഴുതി, ഓരോ റീഡിങ് നമ്മൾ എഴുതി നോട്ട് ചെയ്യാറുണ്ട്. സോ അതേപോലെ ഇതിനൊരു ഫോർമാറ്റാണ് ഉള്ളത്. ഫോർമാറ്റിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ആദ്യം കാണിക്കുന്ന നമ്പർ 1, ടേബിൾ നമ്പർ 1 എന്ന് പറയുന്നത് എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം ക്വാണ്ടിറ്റി എടുക്കുക, ക്വാണ്ടിറ്റിയും റേറ്റും ഉപയോഗിച്ച് എമൗണ്ടിലേക്ക് പോവുക. അൾട്ടിമേറ്റ് നമ്മൾ എമൗണ്ട്, പൈസ എത്രയാകും എന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് എസ്റ്റിമേറ്റേഷൻ വഴിയുള്ള നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റേജിൽ ക്വാണ്ടിറ്റി എടുക്കുക, അതിനുശേഷം ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം റേറ്റ് ഉപയോഗിച്ചിട്ട് എമൗണ്ടിലേക്ക് പോവുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കും. ക്വാണ്ടിറ്റി എടുക്കുന്നതിൻ്റെ ടേബിളാണ് ഈ കാണിക്കുന്നത്. അതിനകത്ത് ഉള്ള ടേബിൾസ് കോളം ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? സീരിയൽ നമ്പർ ഓർ ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം, നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി. ഓക്കെ, അതിനുശേഷം ഓരോന്ന് പറയാം. ഐറ്റം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സീരിയൽ നമ്പർ എഴുതുന്ന പോലെ 1, 2, 3 എന്ന് എഴുതി പോകാൻ വേണ്ടിയിട്ടാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം എന്താണ്? എന്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് അത് പിന്നീട് നമുക്ക് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റത്തിൽ എന്തൊക്കെ വരാം? എക്സ്കവേഷൻ എഴുതാം, എക്സ്കവേഷൻ എഴുതി, അല്ലെങ്കിൽ ബ്രിക്ക്, പല ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂഫിങ്, അങ്ങനെ പല ഐറ്റംസ് നമുക്കിവിടെ എഴുതാം. പിന്നെയുള്ള കാര്യങ്ങളാണ് നമ്പർ. ഈ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരേ ടൈപ്പിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, ഉദാഹരണം സിമ്പിളായിട്ട് വീണ്ടും ഡോറിലേക്ക് വരാം. ഒരു ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡോർ ഫ്രെയിമിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡിൻ്റെ ക്വാണ്ടിറ്റി എടുക്കണം എന്ന് കരുതുക. സോ അത് മീറ്റർ ക്യൂബിലാണെങ്കിൽ ഒരു ഡോർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. D1 എന്ന് പറഞ്ഞിട്ടൊരു ഡോറ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ D1ൻ്റെ ഡയമെൻഷൻ 2.1 മീറ്റർ ബൈ 1 മീറ്റർ. 2.1 ഹൈറ്റും 1 വിഡ്ത്തും ഉള്ള ഒരു ഡോർ, അതിൻ്റെ തിക്നെസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, D1 ഡോറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വെച്ചിട്ട് ഒരു ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ D1 എന്ന് പറയുന്ന 5 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പർ എന്നുള്ള കോളത്തിൽ 5 എന്ന് എഴുതാം. ഓക്കെ, ലെങ്ത് എഴുതുക, ഇവിടെ ആ ഡോറിൻ്റെ ലെങ്ത് ഇവിടെ എഴുതുക, ബ്രെഡ്ത്ത് എഴുതുക, ഹൈറ്റ് എഴുതുക, മൾട്ടിപ്ലൈ ബൈ നമ്പർ ചെയ്യുമ്പോൾ D1 മൊത്തത്തിൽ D1 എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമുക്ക്
അറിയാൻ പറ്റും. അതായത് ഒരേ ഐറ്റം തന്നെ, ഒരേ ടൈപ്പിലുള്ള ഐറ്റം മൾട്ടിപ്പിൾ നമ്പേഴ്സിലുണ്ടെങ്കിൽ നമുക്ക് നമ്പർ എന്നുള്ള കോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എനിക്കറിയാം ബിടെക്കിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. പിന്നെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അത് പല യൂണിറ്റിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് മീറ്ററിലാണ് സാധാരണ പറയുന്നത്, യൂണിറ്റിൽ പറയും. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വി വിൽ യൂസ് ഫീറ്റ്, ഇഞ്ച്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫീറ്റിലും ഇഞ്ചിലും ഒക്കെ വി വിൽ മെൻഷൻ ദ ഡയമെൻഷൻസ്. ഓക്കെ, അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഇവിടെ യൂസ് ചെയ്യുന്ന, ഏതൊക്കെ യൂസ് ചെയ്യുന്നു അനുസരിച്ചിട്ടിരിക്കും ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, പെയിൻറ്റിങ് ആണ്. സപ്പോസ് നമ്മൾ പെയിൻറ്റിങ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടെ പെയിൻറ്റിങ് എന്ന് എഴുതുന്നു. നമ്പർ എത്ര, അത് സൈറ്റിൽ അല്ലെ പ്ലാൻ അനുസരിച്ചിട്ട് വരും. പെയിൻറ്റിങ്ങിൻ്റെ ഒരു വോളിൻ്റെ പെയിൻറ്റിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഏതൊക്കെ ഡയമെൻഷൻ ആയിരിക്കും നമ്മളിവിടെ എഴുതുന്നത്? ലെങ്തും 2 ഡയമെൻഷൻ വരത്തുള്ളൂ. കാര്യം പെയിൻറ്റിങ്ങിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ലെങ്തും ഹൈറ്റും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലെങ്തും ബ്രെഡ്ത്തും എഴുതുന്ന തെറ്റില്ല, പക്ഷെ 2 ഡയമെൻഷനേ എഴുതാവുള്ളൂ. ഇപ്പം ലെങ്ത് ബൈ ഹൈറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയ കിട്ടും. പെയിൻറ്റിങ് നമ്മൾ ഏരിയയിലാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ലെങ്ത് മീറ്ററിലാണ്, ഹൈറ്റ് മീറ്ററിലാണ്, അപ്പോൾ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയറിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റി എന്നുള്ള കോളം വന്നിരിക്കുന്നത്. ഇനി ഇവിടെ കിട്ടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാവും. ആ ഐറ്റത്തിൻ്റെ എല്ലാം കൂടെ നമ്മൾ എഴുതിയിട്ട് ഓരോന്നിനും ക്വാണ്ടിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി, ഇപ്പോൾ പെയിൻറ്റിങ്, ഇപ്പോൾ ഒരു വീട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പല റൂമും ഉണ്ടാവും. ആ റൂമിലെ എല്ലാ ക്വാണ്ടിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ച് അവസാനം ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ താഴെ എഴുതാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ് തന്നെ വീണ്ടും എടുക്കുകയാണ്. പെയിൻറ്റിങ് ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ പെയിൻറ്റിങ് എന്ന് എഴുതുന്നു. യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. ക്വാണ്ടിറ്റി എത്രയായിരിക്കും എഴുതുന്നത്? ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു കോളത്തിൽ നിന്ന് കിട്ടിയ ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടോട്ട് എഴുതും. റേറ്റ്, 1 മീറ്റർ സ്ക്വയർ ചെയ്യാനുള്ള റേറ്റ് നമ്മൾക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം, റേറ്റ് എന്ന് പറയുന്നത് അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അത് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം റേറ്റ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും. റേറ്റ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് എമൗണ്ടിലേക്ക് നമുക്ക് എത്താം. ഈ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ കൺസിഡർ ചെയ്യണം. 5% കണ്ടിജൻസീസ്, എക്സ്ട്രാ വരുന്ന എക്സ്പെൻസുകൾ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 5% കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, 5%, ചില കേസിൽ നമുക്ക് ഈ 5% എന്നുള്ളത് സൈറ്റ് അനുസരിച്ചിട്ട് മാറാം. ചില സമയത്ത് 10% കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് 5% എന്ന് കൺസിഡർ ചെയ്യുക. കമ്പനി നിങ്ങൾ വൺസ് ഇവിടെ നിന്ന് ഇറങ്ങി കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് കണ്ടിജൻസീസിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, so next we are going to another topic, that is specifications. I have already given you an introduction about specification, the meaning of the term specification. സിംപ്ലി പറയുകയാണെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഏതെങ്കിലും ഒരു ഐറ്റത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻ. അത് ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഏതൊക്കെ വർക്ക്മാൻഷിപ്സ് ഇൻവോൾവ് ആണ്, മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഏത് ടൈപ്പാണ്, അതൊക്കെ പറ്റിയൊക്കെ പറയുന്ന ഡിസ്ക്രിപ്ഷനാണ്. സിമ്പിളായിട്ട് വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. കോൺക്രീറ്റിങ്ങിൻ്റെ കേസിൽ പറയാം. കോൺക്രീറ്റിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ റേഷ്യോ 1:2:4 റേഷ്യോയിലുള്ള കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വർക്ക്മാൻഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ, സിമൻറ്റ്,
എങ്ങനെ ഏത് ടൈപ്പ് യൂസ് ചെയ്യണം. സിമെൻറ്റ് തന്നെ പലതരത്തിലുണ്ട്, അഗ്രിഗേറ്റ് പലതരത്തിലുണ്ട്. വാട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ യൂസ് ചെയ്യണം. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺക്രീറ്റ് കിട്ടണമെങ്കിൽ ഈ രീതിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന 1:2:4 എന്നുള്ള റേഷ്യോയിലുള്ള കോൺക്രീറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ആ റേഷ്യോയിലുള്ള കോൺക്രീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള റിക്വയർമെൻറ്റ്സ് ആണ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. അത് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് തന്നെയായിരിക്കും. എപ്പോഴും ഒരു സ്ട്രക്ചറിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഡ്രോയിങ് മാത്രം പോരാ, മറിച്ച് ഡ്രോയിങ് പ്ലസ് സ്പെസിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. അല്ലേ, എപ്പോഴും ഒരു ഡ്രോയിങ് മാത്രമാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് അതൊരു ഇൻകംപ്ലീറ്റ് ആയി പോകും. അപ്പോൾ ഡ്രോയിങ് പ്ലസ് സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ്സ് ദ സ്ട്രക്ചർ. അല്ലേ, സ്ട്രക്ചർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡ്രോയിങ്ങും വേണം, സ്പെസിഫിക്കേഷനും വേണം. So regarding the types of specification, in general, we usually say that there are two types of specifications, namely general specification and detailed specification. From the term itself, we can understand the difference. അല്ലേ, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ടേമിൽ നിന്ന് തന്നെ പ്രകടമാണ്. ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പൊതുവിലുള്ള കാര്യങ്ങൾ, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രമായിരിക്കും ഏതെങ്കിലും ഒരു ഐറ്റത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ലെങ്തി ആയിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയില്ല, മറിച്ച് വളരെ പുറമേയുള്ള ഔട്ട്ലൈൻ പറയുന്നത് പോലെ പറയുന്ന കാര്യങ്ങളാണ് ജനറൽ സ്പെസിഫിക്കേഷൻ. മറിച്ച് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ആ ടേമിൽ നിന്ന് തന്നെ വി കൻ അണ്ടർസ്റ്റാൻഡ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. അതായത് എന്തൊക്കെ വരാം, ഈ പറഞ്ഞ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് നോക്ക്, ക്വാളിറ്റീസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഓഫ് മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞു കോൺക്രീറ്റിൻ്റെ കേസിൽ ഏത് റേഷ്യോ വേണം, അതായത് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താവണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ വീണ്ടും പറയാം. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ വി ഹാവ് ലേൺഡ് അബൌട്ട് വേരിയസ് എക്യുപ്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ എക്സ്കവേഷന് വേണ്ടിയിട്ട് ഏത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. എക്യുപ്മെൻ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. സോ വി ഹാവ് ടു ഡിസൈഡ് വിച്ച് എക്യുപ്മെൻറ്റ് ടു ബി യൂസ്ഡ്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ലുക്ക് ഇൻ ടു സ്പെസിഫിക്കേഷൻ. സോ അത് മാത്രമല്ല, ഏതൊക്കെ ടെസ്റ്റുകൾ നടത്തണം, ഫിസിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ ടെസ്റ്റ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെഷീനറി, എക്യുപ്മെൻറ്റ്, ടൂൾസ്, പ്ലാന്റ് ഏതൊക്കെ യൂസ് ചെയ്യണം. അത് മാത്രമല്ല, വൺസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വി ഷുഡ് പ്രൊട്ടക്ട് ദ വർക്ക്. അല്ലെങ്കിൽ ഇപ്പം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം സിമ്പിൾ നമുക്കത് എക്സ്പോസ്ഡ് ആയിട്ട് പോകാൻ പറ്റില്ല, എസ്പെഷ്യലി ഡ്യൂറിങ് റെയിനി സീസൺ. നമ്മുടെ നാട്ടിലൊക്കെ എസ്പെഷ്യലി ഒരു ജൂൺ ടു നവംബർ ആ സമയത്തൊക്കെ നല്ല മഴയായിരിക്കും. സോ വൺസ് കോൺക്രീറ്റ് തന്നെയല്ല, മോർട്ടാർ എന്തെങ്കിലും ബ്രിക്ക് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ, പുറത്തുള്ള ബൗണ്ടറി വോളിൻ്റെയോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെ പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ചെയ്യുന്ന അന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടേ പോകാൻ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ, അത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം മൊത്തം ചെയ്തതിനൊരു ഗുണമില്ലാതെ വരും. സോ അങ്ങനെ ഏതെല്ലാം രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നതിനെ പറ്റിയൊക്കെ സ്പെസിഫിക്കേഷനകത്ത് പറയുന്നുണ്ടാവും. So you can go through the various general specification. So നമുക്ക് general specification പറയാൻ വേണ്ടി we are classifying the buildings into 4 categories: first class, second class, third class and fourth class. First class building will be having superior quality on all aspects. അത് എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ക്ലാസ് ബിൽഡിംഗ് ആയിരിക്കും, എല്ലാം കൊണ്ടും ബെറ്റർ ക്വാളിറ്റി. സോ ആ രീതിക്ക് ഓരോ ഐറ്റം യു ക്യാൻ ഗോ ത്രൂ ദ വേരിയസ് items of work. In case of any doubts, you can ask me directly. I will help you. Okay, these are all pure theory portions. You can have a read. Okay, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ജനറൽ സ്പെസിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് ബിൽഡിംഗ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഫസ്റ്റ് ക്ലാസ്, second class, third class and fourth class. Okay, you please go through once again. In case of any doubts, you can ask me.
Okay, this is regarding the detailed specification. ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് either you can refer, there are mainly two texts. I mean, there are a lot of text in fact, but എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് രണ്ട് ടെക്സ്റ്റ് മെയിനായിട്ട് ഫോളോ ചെയ്യാം. വൺ ഈസ് ചക്രബർത്തി and the second one is Datta. Okay, you can refer these two texts and you can go through all these items of work and detailed specification. ഓരോ വർക്കിൻ്റെയും സ്പെസിഫിക്കേഷൻസ് യു ക്യാൻ ഗോ ത്രൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അത് ഏതെല്ലാം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു, അത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഓരോ ഐറ്റത്തിനെയും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ. Once again, if you have any doubt, you can once after you read and after reading all these topics, you can ask me directly. Okay, so next we will go to methods of measurement of various items of work. അതായത് പലതരത്തിലുള്ള ഐറ്റംസ് നമ്മൾ സൈറ്റിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഐറ്റത്തിനെയും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, അല്ലെങ്കിൽ അത് ഏത് യൂണിറ്റിൽ മെഷർ ചെയ്യും എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, പല കാര്യങ്ങളും പല രീതിയിലാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നത്. ചില കാര്യങ്ങൾ നീളത്തിൽ ലെങ്ത്തിൽ എടുക്കുന്നു, ചില കാര്യങ്ങൾ ഏരിയയിൽ എടുക്കുന്നു, ചിലത് വോളിയത്തിലെടുക്കുന്നു, ചിലത് വെയിറ്റിലെടുക്കുന്നു, ചിലത് പറഞ്ഞല്ലോ വോളിയത്തിൽ, വെയിറ്റിൽ, ലെങ്ത്തിൽ, ഏരിയയിൽ, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളിലാണ്. നമ്പേഴ്സിലും എടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ പല ഐറ്റംസ് പല രീതിക്ക് എടുക്കണം. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഓരോ ഐറ്റമായിട്ട് പറഞ്ഞു തരാം. ഓരോ ഐറ്റത്തിനെയും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ക്വാണ്ടിറ്റി എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് എർത്ത് വർക്കാണ്. ഇപ്പോൾ എർത്ത് വർക്ക് ആദ്യം പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒരു ബിൽഡിംഗ് വൺസ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യാം. കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് സൈറ്റ് ക്ലിയർ ചെയ്യണമല്ലോ. കോഴ്സ് അവിടെ എന്തെങ്കിലും മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സൈറ്റ് അത്യാവശ്യം ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പണി തുടങ്ങാൻ വേണ്ടി എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ. എക്സ്കവേഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുഴിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് കുഴിക്കുന്നത്? ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ഫൗണ്ടേഷൻ പല രീതിയിലുണ്ടാകും, നമുക്ക് ഇതിന് ശേഷം നോക്കാം. അപ്പോൾ എക്സ്കവേഷനകത്ത് മണ്ണ് നമ്മൾ പല രീതിയിൽ, നേരത്തെയൊക്കെയുള്ള സമയത്താണെങ്കിൽ ആൾക്കാർ നിന്ന് ലേബേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണ് കുഴിച്ച് മാറ്റി ഒരു ട്രെഞ്ച് ഉണ്ടാക്കും. ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കുഴി. ഓക്കെ, കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ആ കുഴിയുടെ രണ്ട് സൈഡിലേക്ക് മണ്ണെടുത്തിടും. എന്നിട്ട് ആ കുഴിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെറ്റീരിയൽ ഇറക്കുന്നത്. അത് ഫൗണ്ടേഷൻ പല രീതിയിലാവാം, കോൺക്രീറ്റ് ആവാം, റബ്ബിൾ ആവാം, അത് ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ആയിക്കോട്ടെ. പക്ഷെ എർത്ത് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ, എർത്ത് വർക്ക് ഇൻ മിക്സഡ് സോയിൽ വിത്ത് കങ്കർ, ബജ്ര എക്സെട്ര. അത് പല രീതിയിലുള്ള മെറ്റീരിയൽസിനെ പറ്റിയാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എർത്ത് വർക്ക് എക്സ്കവേഷന് നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ പറയുന്നുണ്ട്. എന്നിരുന്നാലും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയാം. അതാണ് ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥിരമായി വരുന്ന കാര്യങ്ങളാണ് ഇവിടെ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എർത്ത് വർക്ക്, ഇപ്പോൾ നിങ്ങൾ ഇത് ആലോചിക്കുക. വൺസ് എർത്ത് വർക്ക് കഴിഞ്ഞു. ഓക്കെ, എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്ത് മണ്ണ് മാറ്റിയിട്ട് നമ്മളവിടെ ഫൗണ്ടേഷൻ മെറ്റീരിയൽ ഇട്ടു. അതിനുശേഷം ചിലയിടത്ത് ഫില്ല് ചെയ്യേണ്ടി വരും, തിരിച്ച് മണ്ണെടുത്ത് ഫില്ല് ചെയ്യേണ്ടി വരും. സോ അത്
അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വോയിഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്കവേറ്റ് ചെയ്ത് പുറത്തിട്ട മണ്ണ് അത് തിരിച്ച് ആ വോളിയം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ മണ്ണ് തിരിച്ചിടും. സോ ആ മണ്ണ് തിരിച്ചിടുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ്, ക്യൂബിക് മീറ്ററിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ക്യൂബിക് മീറ്ററിൽ നമുക്ക് വോളിയം, ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി വോളിയമാണ്. സോ വോളിയം കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ഡയമെൻഷനാണ് വേണ്ടത്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കിയേ. ഈ ഫിഗറിൽ ഇവിടെ ഒരു എൽ ഷേപ്പ് പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? പക്ഷേ ഇപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പോയിന്റ് വരെ, ഓക്കെ, ഇവിടുന്ന് എൻഡ് വരെയുള്ള എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എടുക്കും? അതായത് ഈ ഇങ്ങോട്ടുള്ള ഹൊറിസോണ്ടൽ പോർഷൻ കൺസിഡർ ചെയ്യുന്നില്ല, അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ നമ്മളിവിടെ വരച്ചിട്ട് ഇത്രയും പോർഷൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വേണം. ഓക്കെ, ഈ പോർഷൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എടുക്കും? അത് എടുക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഈ ലെങ്ത് എടുക്കുക, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ലെങ്ത് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ ഈ വിഡ്ത്ത് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ഡയമെൻഷൻ കിട്ടിയ ഈ ഇത്രയും സ്പേസിൽ ഉപയോഗിച്ച് മാറ്റിയ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അത് കിട്ടുന്ന യൂണിറ്റ് എന്താണ്? വോളിയത്തിലാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ നമുക്ക് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒരു ഫിഗർ കാണിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് ഈ ഫിഗർ ഇപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതേപോലെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, സൈറ്റിൽ അത് എങ്ങനെ വരും എന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി എർത്ത് ഫില്ലിംഗ് കഴിഞ്ഞു. എർത്ത് ഫില്ലിംഗ് ഇൻ പ്ലിന്ത്. എന്താണ് പ്ലിന്ത് എന്ന് പറയുന്നത്? ഇനി ഐഡിയ? പ്ലിന്ത് എന്ന് പറയുന്നത് ഗ്രൗണ്ട്, നിങ്ങൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സൂപ്പർ സ്ട്രക്ചറിനും, അതായത് ഗ്രൗണ്ടിൻ്റെ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന ബേസ്മെൻറ്റ്, അല്ലേ? ബേസ്മെൻ്റ് ആണ് നമ്മളിവിടെ സാധാരണ രീതിയിൽ പ്ലിന്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില സമയത്ത് പ്ലിന്ത് പോർഷനിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും. സോ അവിടെ നമ്മൾ പൊതുവെ എർത്ത് ഫില്ലിങ് ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. പൊതുവെ ഇത്രയും ആലോചിക്കുക, എർത്ത് വർക്ക്, മണ്ണ് എടുക്കുന്നതിനും മണ്ണ് തിരിച്ചിടുന്നതിനും സാധാരണ രീതിയിൽ നമ്മൾ എന്താ ക്യൂബിക് മീറ്ററിലായിരിക്കും ക്വാണ്ടിറ്റി പറയുന്നത്. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ബേസ്മെൻറ്റ്, ഗ്രൗണ്ടിന് മുകളിലേക്ക് ബേസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. സോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിൻ്റെ ക്വാണ്ടിറ്റി, അല്ലേ, റബിളിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കണമെങ്കിൽ എന്ത് വേണം, നമുക്കവിടെ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ വോളിയത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പം സപ്പോസ് ഇത്രയും പോർഷനിൽ കാണാൻ പറ്റുമല്ലോ, അല്ലേ? ഇത്രയും പോർഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്ക് റബിളിൻ്റെ ക്വാണ്ടിറ്റി വേണം, അത് ഈ ഒരു സെഗ്മെൻറ്റ് മാത്രം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയും ചെയ്യുക, ഈ ലെങ്ത്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ ഈ വിഡ്ത്ത് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ ഈ ഹൈറ്റ് എടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ സെഗ്മെൻറ്റിൻ്റെ വോളിയം നമുക്ക് കിട്ടും. അങ്ങനെ ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എൻറ്റയർ ബിൽഡിങ്ങിൻ്റെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ഇപ്പം നോക്കുകയാണ്. ഇപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നോക്കി നമ്മൾ മെഷർ ചെയ്യുന്നു. ഇൻഡസ്ട്രിയിൽ നമുക്ക് രണ്ട്
പോയിന്റിലാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത്. ഒന്ന് ഓഫീസിലിരിക്കുമ്പോൾ QS ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി എടുക്കണം. അതിനിപ്പോൾ വളരെ ഈസി ആയിട്ട് ഓട്ടോക്യാഡിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, ഓട്ടോക്യാഡിൻ്റെ ബേസിക്സ് അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് പോസിബിൾ ആണ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാനുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം പിന്നെ രണ്ടാമത്തെ പോയിന്റ് എടുക്കുന്നത് സൈറ്റിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ചില സിറ്റുവേഷനിൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അത് ഏതെങ്കിലും ഒരു മെറ്റീരിയലിന് ഷോർട്ടേജ് വരുവാണ് എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ സൈറ്റിൽ നിൽക്കുന്ന ആൾ തന്നെ പ്ലാൻ ഒന്ന് നോക്കിയിട്ട് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വെച്ചിട്ട് ക്വാണ്ടിറ്റി എടുത്ത് പറയാറുണ്ട്. അത് ചില എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്കങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ സമയത്ത് നമുക്ക് ആ രീതിക്കും പോവാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കോൺക്രീറ്റ് റിലേറ്റഡ് ആണ്. അതായത് കോൺക്രീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കോൺക്രീറ്റ് സാധാരണഗതിയിൽ ഒരു മിക്സ്ചർ, അതായത് സിമെന്റ്, അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റും ഉണ്ട്, കോഴ്സ് അഗ്രിഗേറ്റും ഉണ്ട്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4.75 mm സീവിലൂടെ കടന്നു പോകുന്നതിനെ ഫൈൻ എന്നും, അതിനെ ആ 4.75 mm സീവിന് റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റ്സിനെ കോഴ്സ് അഗ്രിഗേറ്റുമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ ചരലെന്ന് പറയുന്ന ഫൈൻ അഗ്രിഗേറ്റും മെറ്റൽ എന്ന് പറഞ്ഞിട്ട് വലിയ പാറ കല്ലുകൾ കോഴ്സ് അഗ്രിഗേറ്റുമാണ്. ഓക്കെ, അപ്പം സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, അതിൻ്റെ മിക്സ്ചറാണ് സാധാരണ രീതി സിമെന്റ് കോൺക്രീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പണ്ട് സിമെന്റ് വരുന്നതിന് മുമ്പൊക്കെ ലൈം കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. കോൺക്രീറ്റിനകത്തെ ഓരോ ഐറ്റത്തിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇപ്പം ലൈം കോൺക്രീറ്റ് സിമെന്റ് കോൺക്രീറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. അതായത് ഇപ്പം എന്താണ് പറയുക, അതിന് പഴയ വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കുമ്മായത്തിൻ്റെയൊക്കെ വർക്ക്. സിമെന്റ് കോൺക്രീറ്റ് അത്രയും സ്ട്രോങ് അല്ലെങ്കിലും എന്താണ് ആ ഒരു കോൺക്രീറ്റ് പേർപ്പസ് നടക്കുന്ന ഒരു കാര്യമാണ്. പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ യൂസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ലൈം കോൺക്രീറ്റിൻ്റെ യൂണിറ്റ്, എവിടെയെങ്കിലും ലൈം കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി ചോദിച്ചാൽ അവിടെ ക്യൂബിക് മീറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതല്ല, ലൈം കോൺക്രീറ്റ് റൂഫ് ടെറസിങ് ആണ്. അതായത് തിക്നെസ് പ്രത്യേകം എടുത്തു പറയുന്ന കേസ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ കേസിൽ പറയാറുണ്ട് ഇത് 2.5 mm അല്ലെങ്കിൽ ഒരു 12 mm തിക്നെസ് എന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്. 12 mm തിക്നെസ് പ്ലാസ്റ്ററിങ് എന്നൊക്കെ പറയാറുണ്ട്. സോ അതായത് 1 cm, നിയർലി 1 cm തിക്നെസ്സിൽ പ്ലാസ്റ്ററിങ് കൊടുക്കണം. സോ അവിടെയൊക്കെ നമ്മൾ ഏരിയയിൽ സ്ക്വയർ മീറ്ററിലായിരിക്കും ക്വാണ്ടിറ്റി പറയുന്നത്. മൂന്നാമത്തെ ഐറ്റം നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ്. ഇനി ഈ റൗണ്ടിൽ ബോക്സിൽ കാണിച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തവണ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിന്. അതുകൊണ്ടാണ് ഇത് ഒരു സ്ക്വയർ ബാർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. സിമെന്റ് കോൺക്രീറ്റ് ക്യൂബിക് മീറ്റർ, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ക്യൂബിക് മീറ്റർ, സിമെന്റ് കോൺക്രീറ്റ് ഒരു RCC ഇൻ ഛജ്ജ സൺഷെയ്ഡ്. ഇതിനകത്ത് നമുക്ക് അറിയാത്തൊരു വേർഡ് ഛജ്ജ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു എന്താണ് നോർത്ത് ഇന്ത്യയിൽ ഒരു എന്താണ് ഹിന്ദി വേർഡാണെന്ന് വേണേൽ പറയാം. അത് സിമിലർ ടു സൺഷെയ്ഡ് തന്നെയാണ്. നമ്മൾ ഈ റൂഫിൻ്റെ റൂഫ് വന്നിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും. ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ തന്നെ ഇപ്പം ഫ്ലാറ്റ് റൂഫ് വന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് സ്ലാബ് കഴിഞ്ഞിട്ട് പുറത്തേക്കൊരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. സോ ആ പോർഷനെയാണ് നമ്മൾ ഛജ്ജ എന്ന് പറയുന്നത്. അത് ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ഇതൊരു വോളായിട്ട് കൺസിഡർ ചെയ്യുക. വോളിൻ്റെ മുകളിൽ റൂഫ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വോള് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഈ പോർഷൻ, അതായത് ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോർഷനെ നമ്മൾ ഛജ്ജ എന്ന് പറയും. ഓക്കെ, സോ അതിനുശേഷം പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ആണെങ്കിലും RCC ആണെങ്കിലും എല്ലാം നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. അതിനുശേഷം ഏഴാമത്തെ ഐറ്റം ജസ്റ്റ് നോക്കുക, ജാളി വർക്ക്. എന്താണ് ജാളി വർക്ക്? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാളി വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറിൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതൊരു ഒരു ആർക്കിടെക്ചറൽ വർക്ക്, കുറച്ചുകൂടി ഭംഗി വരാൻ വേണ്ടി ചില വീടുകളിലും ചില ബിൽഡിങ്ങിലും ഒക്കെ കാണുന്ന ഒരു
വർക്കാണ് ജാളി വർക്ക് എന്ന് പറയുന്നത്. സോ ആ കേസിലൊക്കെ സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ പറയുന്നത്, ക്യൂബിക് മീറ്ററിൽ പറയാൻ പോസിബിൾ അല്ല. സോ സ്ക്വയർ മീറ്ററിൽ റേറ്റ് എത്രയാണെന്നേ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, ഒരു സിമെന്റ് കോൺക്രീറ്റ് ബെഡിനൊക്കെ ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. നിങ്ങളുടെ അറിവിലേക്ക് പറയാൻ, ഈ ജാളി വർക്കൊക്കെ നമുക്കിവിടെ കേരളത്തിൽ നിങ്ങൾക്ക് അവെയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലോറി ബേക്കർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക് നമ്മുടെ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ എന്ന സ്ഥലത്ത് ഒരു കോസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു, കോസ്റ്റ് ഫോർഡ് COSTFORD, കോസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവർ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷൻ രീതികളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രൊജക്റ്റുകളിലൊക്കെ ഒരുപാട് കാണുന്ന കാര്യമാണ് ഈ ജാളി വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതും കണ്ടിട്ടുണ്ടാവും, ചില വീടുകളിലൊക്കെ പ്ലാസ്റ്റർ ചെയ്യാതെ ജസ്റ്റ് ബ്രിക്ക് മാത്രം പുറത്ത് കാണുന്ന ചില വർക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതെല്ലാം ഈ പറഞ്ഞ ജാളി വർക്ക്, അത് ലോറി ബേക്കർ കോൺസെപ്റ്റിൽ പണിയുന്ന വീടുകളാണ്. പ്ലാസ്റ്ററിങ് ആവശ്യമില്ലാതെ തന്നെ ബ്രിക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പോകുന്ന വീടുകൾ. സാധാരണ രീതിയിൽ അത് കോസ്റ്റ് ഫോർഡ് ഏറ്റെടുത്ത് ചെയ്യുന്ന വീടുകളായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇന്റർലോക്കിംഗ് ബ്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള വോൾ കൺസ്ട്രക്ഷന്റെ കാര്യമല്ല, മറിച്ച് സാധാരണ ബ്രിക്ക് തന്നെ ഇടയ്ക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ ലെയർ ഉണ്ടാവും, മോർട്ടാർ ലെയർ ഉണ്ടാവും. അതിനുശേഷം മുകളിൽ അടുക്കി നല്ല രീതിയിൽ സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമുള്ള വർക്കാണ്. അപ്പോൾ അവരത് കറക്റ്റ് നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് ചെയ്യും. അവരുടെ ലോറി ബേക്കർ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് ഒരു മാക്സിമം ഈ ഇലക്ട്രിസിറ്റി കുറവ് യൂസ് ചെയ്ത് മാക്സിമം നാച്ചുറൽ റിസോഴ്സസിനെ, നാച്ചുറലി കിട്ടുന്ന ലൈറ്റ്, എയർ, വെന്റിലേഷൻ ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ്. താല്പര്യമുള്ളവർ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ഐറ്റമാണ് ഡാം പ്രൂഫ് കോഴ്സ്, അതായത് DPC എന്ന് നമ്മൾ ഇനി പറയത്തുള്ളൂ. DPC എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോണം ഡാം പ്രൂഫ് കോഴ്സ് ആണ്. ഡാം പ്രൂഫ് കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആ വേർഡിൽ നിന്ന് മനസ്സിലാക്കണം, ഡാം പ്രൂഫ് ആണ്. ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു നനവ് സൂപ്പർ സ്ട്രക്ചറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ബേസ്മെന്റിന്റെയും വോളിന്റെയും നടുക്ക്, ഇവിടെ പറയാണ് ബേസ്മെന്റിന്റെയും വോളിന്റെയും ഇടയിൽ കൊടുക്കുന്ന ലെയറാണ് DPC സാധാരണ രീതിയിൽ. സോ DPCയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മീറ്റർ ആയിരിക്കും. അത് നമുക്ക് ലെങ്തും, അതായത് DPCയുടെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ലെങ്തും മൾട്ടിപ്ലൈഡ് ബൈ ഈ വിഡ്ത്തും, ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബ്രിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഇപ്പം ബ്രിക്ക് വർക്ക് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബ്രിക്ക് വർക്ക്, അല്ലെങ്കിൽ ഓവർസീസ് മിഡിൽ ഈസ്റ്റിലൊക്കെ ബ്ലോക്ക് വർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ബ്രിക്ക് വർക്ക് ആയാലും ബ്ലോക്ക് വർക്ക് ആയാലും പല തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് വയർ കട്ട് ബ്രിക്സ് ഉണ്ട്, ക്ലേ ബ്രിക്സ് ഉണ്ട്, പിന്നെ കോൺക്രീറ്റ് ബ്ലോക്കുകളുണ്ട്, പിന്നെ അത് മാത്രമല്ല ഹോളോ ബ്ലോക്സ് ഉണ്ട്, പിന്നെ AAC ബ്ലോക്ക്, AAC ഓട്ടോക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. സോ അത് വെച്ചെല്ലാം ഉപയോഗിക്കുന്ന ബ്രിക്ക് വർക്ക് നമ്മുടെ നാട്ടിൽ IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. ഓക്കെ, സോ ക്യൂബിക് മീറ്റർ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇപ്പം ഈ ഒരു കേസ് നോക്കാം, ഈ ഒരു ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഫിഗറിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു L ഷേപ്പിലുള്ള ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി ക്യൂബിക് മീറ്ററിൽ അറിയണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഒന്നുകിൽ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ് എടുക്കുക, ലെങ്ത് എടുക്കുക, സെൻറ്റർ ലൈൻ ലെങ്ത് എടുക്കുക, സെൻറ്ററിലൂടെ പോകുന്ന ഈ വോളിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൻ്റെ ലെങ്ത്
എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ഇതിൻ്റെ ഹൈറ്റ് എടുക്കുക. അങ്ങനെ 3 ഡയമെൻഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ വിഡ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്വാണ്ടിറ്റി കിട്ടും. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്ന അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് 19/9/9 ആണ്. ഒരു മോർട്ടാർ തിക്നെസ് കൂടെ വരുമ്പോഴത്തേക്ക് 20/10/10. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 1 മീറ്റർ ക്യൂബിൽ എത്ര എണ്ണം വരും? 500 ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രിക്കാണ് വരുന്നത്. സോ നമുക്ക് ഇപ്പം 10 മീറ്റർ ക്യൂബാണ് നമുക്കിപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതായത് ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 10 മീറ്റർ ക്യൂബ് ആണെന്ന് കരുതുക. ഓക്കെ, 10 മീറ്റർ ക്യൂബ് ആണെങ്കിൽ ആ 10 മീറ്റർ ക്യൂബ് ബ്രിക്ക് ആ വോള് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബ്രിക്ക് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സൈറ്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അല്ലെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ ഓർഡർ ചെയ്യേണ്ടി വരുമല്ലോ. ഓഫ് കോഴ്സ് ബ്രിക്ക് വേറൊരു സ്ഥലത്ത് നിന്നായിരിക്കും നമ്മൾ ബ്രിക്ക് വാങ്ങുന്നത്. സോ എത്ര ബ്രിക്ക് വേണം എന്ന് അതിൻ്റെ പ്രൊവൈഡേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് ഇത്ര നമ്പേഴ്സ് വേണം. സോ ആ നമ്പേഴ്സ് അറിയണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിനെ 1 മീറ്റർ ക്യൂബിൽ എത്ര ബ്രിക്ക് ഉണ്ടെന്ന് ചെയ്തിട്ട് ടോട്ടൽ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ രീതിക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് നമുക്ക് ഈ രീതി. നിങ്ങൾ ഓവർസീസ് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ സാധാരണ രീതിയിൽ ബ്രിക്ക് വർക്ക് മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്. അത് നമുക്കവിടെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു എന്താണ് അതിൻ്റെ പ്രോബബിൾ റീസൺ പറയാണ്. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യം, ബ്രിക്ക് നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒരു എന്താണ് പല രീതിയിൽ ഇപ്പോൾ 30 വിഡ്ത്തുള്ള ഒരു ബ്രിക്ക്, 30 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബ്രിക്ക് പോരായിരിക്കും. ഒരു ബ്രിക്ക് അറേഞ്ച് ചെയ്തിട്ട് ഒരു ബ്രിക്കിൻ്റെ ടോട്ടൽ നീളം 20 വരത്തുള്ളൂ. സോ വേറൊരു ബ്രിക്ക് ഒന്നുകിൽ അതിൻ്റെ പാറ്റേണിൽ അറേഞ്ച് ചെയ്തായിരിക്കും 30 കൊണ്ടെത്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വോളിയത്തിലെ കണ്ടുപിടിക്കാൻ പറ്റും. മറിച്ച് ഇപ്പം മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ മീറ്റർ സ്ക്വയറിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ റീസൺ അവർക്ക് ആ തിക്നെസ്സിൽ അത് 30 ബ്ലോക്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റർ സ്ക്വയറിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ മീറ്റർ സ്ക്വയറിൽ നമുക്ക് ചെയ്യാം. ഓവർസീസിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണെങ്കിൽ എന്ത് മതി? മീറ്റർ ക്യൂബിലാണ്. ഇപ്പം നിങ്ങൾ ഇത് ആലോചിക്കുക, നിങ്ങൾ ഗൾഫിൽ പോകുന്ന സമയത്ത് ഗൾഫിൽ പോവുകയാണെങ്കിൽ 2 രീതിയും പറയുകയാണ്. ഓക്കെ, നിങ്ങൾ പുറത്ത് പോകുന്ന സിറ്റുവേഷനിൽ വരുവാണെങ്കിൽ ഇപ്പം ഈ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. ഈ സെൻറ്റർ ലൈനിലൂടെ ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരച്ചതിന് ശേഷം ഈ ലെങ്ത് മൾട്ടിപ്ലൈ ബൈ ഹൈറ്റ്. ഒരിക്കലും നിങ്ങൾ വിഡ്ത്ത് എടുക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഓക്കെ. സോ ഇതെല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ബ്രിക്ക് വർക്കിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ആണ്. ചില കേസിൽ ബ്രിക്ക് വർക്ക്സ് നോർമലി നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ബ്രിക്ക് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ്, മീറ്റർ ക്യൂബ്. പക്ഷെ ചില സ്പെഷ്യൽ കണ്ടീഷൻസിലൊക്കെ നമുക്ക് മീറ്റർ സ്ക്വയറിൽ പറയും. ഫോർ എക്സാമ്പിൾ ഹണികോം ബ്രിക്ക് വർക്ക്. ഹണികോം ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു ജാളി വർക്കിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ജാളി വർക്കിൻ്റെ സെയിം ഇത് തന്നെ ബ്രിക്ക് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രിക്കിനെ നമ്മൾ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് പുറത്തെ ലൈറ്റ് അകത്തേക്ക് കടക്കാൻ വേണ്ടി ഒരുപാട് ഹോൾസ് പോലെ വരാൻ വേണ്ടി, അതായത് ഒരു ബ്രിക്കും മൊത്തം കവർ ചെയ്യാതെ ഇത്രയും വെച്ച് കവർ ചെയ്യും. അതിൻ്റെ മുകളിൽ വേറെ ബ്രിക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അതിങ്ങനെ വോളിൽ മൊത്തം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ
ഒരുപാട് അതിനിടയ്ക്ക് ഗ്യാപ്പുകളിലൂടെ വെന്റിലേഷൻ ലൈറ്റ് കയറി വരാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ആ രീതിക്കുള്ള ഹണികോം ബ്രിക്ക് വർക്ക് ജസ്റ്റ് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഫിഗേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അടുത്ത സ്ലൈഡിൽ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ കാണിക്കാം ഹണികോം ബ്രിക്ക് വർക്കിൻ്റെ, നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ബാക്കി ചില കേസിൽ സ്ക്വയർ മീറ്റർ വരുന്ന എവിടെയൊക്കെ തിൻ പാർട്ടീഷൻ വോൾ, തിക്നെസ് ഒരുപാട് കുറവാണ് എങ്കിൽ നമുക്ക് അവിടെ സ്ക്വയർ മീറ്റർ എടുക്കാം. പക്ഷെ കൂടുതൽ കേസുകളിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം മീറ്റർ ക്യൂബിലാണ് നമ്മൾ ബ്രിക്ക് വർക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഹണികോം ബ്രിക്ക് വർക്ക്. ഐ ഹോപ്പ് യു ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ. നിങ്ങൾക്കിപ്പം ഒരു ബ്രിക്ക് അറേഞ്ച് ചെയ്തിട്ട് അതിനിടയ്ക്ക് ഗ്യാപ്പ് വരും, ഗ്യാപ്പിലൂടെ നമുക്ക് ലൈറ്റ് വീടിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ ജോളി വർക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അതിനുശേഷം ഇനിയും പറയാൻ പോകുന്നത് കോർണിസിനെ പറ്റിയാണ്. സോ ഐ ഹോപ്പ് സംബഡി ഓഫ് യു ഹാവ് ഹേർഡ് അബൌട്ട് ദിസ് വേർഡ് കോർണിസ് അല്ലേ. കോർണിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഫിഗറിൽ കാണാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ആൻ ഓർണമെന്റൽ വർക്ക്. വീടുകളിലോ ബിൽഡിങ്ങുകളിലൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. ഇത് വോളും ഈ വോൾ പോർഷൻ പ്ലസ് ഇത് റൂഫിൻ്റെ പോർഷൻ, ഇത് രണ്ടും കൂടി വന്ന് ചേരുന്ന സ്ഥലത്തായിട്ട് കോർണർ, ആ ഒരു കോർണറിൽ നമ്മൾ കൊടുക്കുന്ന കോർണർ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി അവിടെ വെച്ചുള്ളൊരു ഭംഗിയുള്ള വർക്ക് ഫോൾ സീലിങ്ങിൻ്റെ പോർഷനായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. സോ അത് സാധാരണ രീതിയിൽ മീറ്ററിലാണ് പറയുന്നത് കോർണിസ് വർക്ക്. ഓക്കെ, സോ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ ബ്രിക്ക് വർക്ക് ഇൻ ഫയർ പ്ലേസ്, അതായത് ഇപ്പം വീടുകളിലും, അതായത് ഫയർ റിലേറ്റഡ് സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ അടുപ്പ് വെക്കുന്ന സ്ഥലങ്ങളിൽ ബ്രിക്ക് വർക്ക്. പാർജറ്റിംഗ് ചിമ്മിനി എന്ന് പറയുന്നത്, പാർജറ്റിംഗ് എന്നുള്ള വേർഡ് തന്നെ അപ്ലൈഡ് പ്ലാസ്റ്റർ എന്നാണ്. സോ പ്ലാസ്റ്റർ അപ്ലൈഡ് ആയിട്ടുള്ള ചിമ്മിനി അവിടെയെല്ലാം നമ്മൾ മീറ്ററിലാണ് പറയുന്നത്. ബ്രിക്ക് എഡ്ജിങ്, സാധാരണ രീതിയിൽ എഡ്ജിൽ ബ്രിക്ക് നിരനിരയായി കൊടുക്കും. സോ ബ്രിക്ക് എഡ്ജിങ് പോർഷനിലൊക്കെ നമുക്ക് മീറ്ററിലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പിന്നീട് പറയുന്നത് സ്റ്റോൺ വർക്കാണ്. സ്റ്റോൺ വർക്ക് എവിടെയൊക്കെയാണ് സാധാരണ വരുന്നതെന്ന് ജസ്റ്റ് ട്രൈ ടു റീകളക്ട്. അതായത് എവിടെയാണ് ഫൗണ്ടേഷനിൽ ബ്രിക്ക് വരാം, അതാണ് സ്റ്റോൺ മേസൺറി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട രണ്ട് ടേംസ് പറയാം. That is RR and second one is DR. RR means random rubble masonry. DR is dry rubble masonry. The difference is that in random rubble masonry we used to apply mortar in between stones, but in case of dry rubble masonry we simply arrange the stones one over the other, and after arranging we used to fill the gaps using normal soil. അതാണ് അതിൻ്റെ വ്യത്യാസം. ഡ്രൈ റബിൾ മേസൺറിയിൽ ജസ്റ്റ് പാറ നമ്മൾ അടുക്കി വെക്കും. അടുക്കി വെച്ചതിന് ശേഷം ഗ്യാപ്പ് ഫോം ചെയ്യുന്നതെല്ലാം സാധാരണ മണ്ണ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെള്ളം ഒഴിച്ച് മണ്ണ് ഒഴുക്കി ആ ഗ്യാപ്പിനകത്തേക്ക് കൊണ്ടുവന്ന് നല്ലതായിട്ട് ഫില്ല് ചെയ്യിക്കുക ഗ്യാപ്പെല്ലാം. അതാണ് DR. RR എന്ന് പറഞ്ഞാൽ റാൻഡം റബിൾ മേസൺറി, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് മോർട്ടാർ കൊണ്ടാണ്. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു പാറയും അടുത്ത പാറക്കഷ്ണവുമായിട്ട് ഉള്ള ഗ്യാപ്പ് നമ്മൾ സിമൻറ്റ് മോർട്ടാർ ഉപയോഗിച്ച് തന്നെ ഫില്ല് ചെയ്യും. ഓക്കെ, അതെല്ലാം നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് പറയുന്നത്. ഇനി നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കണം, ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 3 ഡയമെൻഷൻസ് ഇൻവോൾവ് ആണ്: ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഓക്കെ, ഇപ്പം 10 മീറ്റർ നിങ്ങൾ ഇത്ര ആലോചിക്കുക. സിമ്പിളായിട്ട് ഒരു മതിൽ കെട്ടുകയാണെന്ന് ആലോചിക്കുക. ഓക്കെ, മതിൽ കെട്ടുന്ന സമയത്ത് ആ മതിലിന് 10 മീറ്റർ നീളമുള്ള ഒരു മതിൽ, ഒറ്റ മതിലാണെന്ന് വിചാരിക്കുക, വേറെ ഒന്നുമില്ല. ആ മതിലിൻ്റെ ക്വാണ്ടിറ്റി, പാറയുടെ ക്വാണ്ടിറ്റി അറിയണമെങ്കിൽ ആ 10 മീറ്റർ ലെങ്ത്, ആ മതിലിൻ്റെ വിഡ്ത്ത്, പിന്നെ അതിനുശേഷം മതിൽ എത്ര ഹൈറ്റിലുണ്ട്. ഹൈറ്റ് ഉദ്ദേശിച്ചത് പാറകെട്ടിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. ആ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ
നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റോൺ പാറയുടെ ക്വാണ്ടിറ്റി കിട്ടും. അത് ക്യൂബിക് മീറ്ററിലായിരിക്കും കിട്ടുന്നത്. ചില കേസിലൊക്കെ സ്ക്വയർ മീറ്ററിൽ പറയാറുണ്ട്. ഇപ്പോൾ സ്റ്റോൺ വർക്ക് തന്നെ ഒരു സ്ട്രക്ചറൽ രീതിക്കല്ല, ഒരു ആർക്കിടെക്ചറൽ ആസ്പെക്റ്റിൽ നമ്മൾ സ്റ്റോൺ ചില സമയത്ത് യൂസ് ചെയ്യും. അതായത് ഇപ്പം ക്ലാഡിങ് ആയിട്ടോ, സ്റ്റോൺ ക്ലാഡിങ് വീടുകളിൽ വാൾ ഫേസിങ് ആയിട്ടോ ലൈനിങ് കൊടുക്കാനോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സ്ക്വയർ മീറ്ററിലാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് വുഡ് വർക്ക് റിലേറ്റഡ് കാര്യങ്ങളാണ്. അതായത് തടി അല്ലെങ്കിൽ വുഡ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളുടെ ഓരോ പ്രൊജക്റ്റുകളിലും, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളിലും വുഡ് വർക്ക് പല സ്ഥലങ്ങളിൽ വരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ വുഡ് വർക്ക് റിലേറ്റ് ചെയ്തിട്ട് വുഡ് വർക്കിനോട് ചേർന്ന് വരുന്ന കുറേ ആക്സസറീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ പറയും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിനകത്ത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, വുഡ് വർക്കിൻ്റെ ആദ്യത്തെ ഐറ്റം ഇവിടെ പറയുന്നത് നോക്കുക. വുഡ് വർക്ക് ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിം ഓഫ് ചൗക്കത്ത്, റാഫ്റ്റേഴ്സ്, ബീം, റൂഫ് ട്രസ് എക്സെട്ര അതെല്ലാം ക്യൂബിക് മീറ്ററിലാണെന്നാണ് പറയുന്നത്. ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ഒരു ഡോർ ഫ്രെയിമാണ്. ഓക്കെ, ഡോർ ഫ്രെയിം പ്ലസ് അതിൻ്റെ കൂടെ ഡോർ ഷട്ടർ. ഓക്കെ, സോ നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഈ ഡോർ ഫ്രെയിം നമ്മൾ സിമ്പിളായിട്ട് കട്ടള എന്ന് പറയാറുണ്ട് അല്ലേ? കട്ടള വെപ്പ് അല്ലെങ്കിൽ കട്ടള എന്ന് പറയുന്ന പോർഷൻ്റെ യൂണിറ്റ് സാധാരണ രീതിയിൽ ക്യൂബിക് മീറ്റർ ആണ്. അതിന് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും ആവശ്യമാണ്. സോ അവിടെ നമുക്ക് ക്യൂബിക് മീറ്ററിൽ പറയാം. മറിച്ച് ഡോർ ആൻഡ് വിൻഡോ ഷട്ടർ, അതായത് ഈ അടയ്ക്കുന്ന പോർഷൻ, അതായത് ഈ ഡോറ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യത്തില്ലേ, ഡോർ അടയ്ക്കുക. സോ അടയ്ക്കുന്ന ആ ഒരു പോർഷനാണ് ഷട്ടർ. സോ ആ ഷട്ടർ പോർഷൻ വി വിൽ ബി കൺസിഡറിങ് സ്ക്വയർ മീറ്റർ അല്ലേ? അതിന് നമുക്ക് തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. ഈ ലെങ്തും, അതായത് ഇത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഈ ഹൈറ്റും ഈ ഒരു വിഡ്ത്തും മാത്രം മതി നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ആ ഏരിയയിലായിരിക്കും റേറ്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്ക്വയർ മീറ്ററിലായിരിക്കും ഷട്ടർ പറയുന്നത്, മറിച്ച് ഫ്രെയിം പറയുന്നത് എന്തിലായിരിക്കും? മീറ്റർ ക്യൂബിലും ആയിരിക്കും. പിന്നെ ഈ ഡോർ അല്ലെങ്കിൽ വിൻഡോ അത് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറേ ആക്സസറീസ് ഉണ്ട്. അതാണ് ഈ ഫിഗറിൽ രണ്ടെണ്ണം ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ഹിഞ്ചസ് ആണ്. ഓക്കെ, ഹിഞ്ച് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? ഇപ്പം ഈ കേസിൽ പറയുകയാണെങ്കിൽ ഈ ഷട്ടറിനെ ഈ പറഞ്ഞ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹിഞ്ച് ഉപയോഗിക്കും. ഹിഞ്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഡോർ അടയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ്. അതേപോലെ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാണിച്ചിരിക്കുന്നതാണ് ടവർ ബോൾട്ട്. അതായത് ഡോറ് നമ്മൾ അടച്ചതിന് ശേഷം മുകളിൽ കുറ്റിയിടുന്ന ഒരു ഇതുണ്ട്, ഫിറ്റിംഗ് ഉണ്ടല്ലോ. സോ അതാണ് ടവർ ബോൾട്ട്. സോ അതൊക്കെ നമുക്ക് നമ്പേഴ്സിലാണ് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് ഏരിയയിൽ പറയാൻ പറ്റില്ല. ഇത്ര നമ്പർ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റ് ആക്സസറീസ് ഉണ്ട്. അതായത് നെയിൽസ്, സ്ക്രൂസ്, അല്ലെങ്കിൽ ആൽഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആക്സസറി വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ പറഞ്ഞുതരാം. ആൽഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2 പാളി ജനൽ നിങ്ങൾ അസ്യൂം ചെയ്യുക, അല്ലെ 2 പാളി കതക് അസ്യൂം ചെയ്യുക. ഓക്കെ, ആ 2 പാളി അസ്യൂം ചെയ്തിട്ട് ഇതിങ്ങനെ അടച്ചതിന് ശേഷം ഒരു കയറ്റിയിടുന്ന ആയിട്ടുള്ളൊരു ഒരു ആക്സസറിയാണ് ആൽഡ്രോപ്പ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക, ആൽഡ്രോപ്പ്, ALDROP, ആൽഡ്രോപ്പ്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. സോ ആൽഡ്രോപ്പ് വേറൊരു ആക്സസറിയാണ്. സോ അതും നമ്മൾ നമ്പേഴ്സിലാണ് പറയുന്നത്. അടുത്തത് സ്റ്റീൽ വർക്കാണ്. സ്റ്റീൽ വർക്കിൻ്റെ കേസിൽ അവിടെ പല പറഞ്ഞ പോലെ വലിയ വലിയ ബിൽഡിങ്ങിലും ഒരു ജനറലായിട്ട് പറഞ്ഞാൽ ഒരു റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന ബിൽഡിങ്സിലും സ്റ്റീൽ സ്ട്രക്ചേഴ്സിലും ഒക്കെ നമുക്ക് സ്റ്റീൽ വർക്ക് ആവശ്യത്തിൽ കൂടുതൽ വരാറുണ്ട്. സോ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി സാധാരണ വെയിറ്റിലാണ് പറയുന്നത്. ഇത്ര ടൺ അല്ലെ ഇത്ര ക്വിൻ്റലിലാണ് നമ്മൾ പറയുന്നത്. സോ ഇതെല്ലാം ജനറലി പറയുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി ക്വിൻ്റലിൽ നമ്മൾ പറയണം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക എവിടെയൊക്കെയാണ് ഈ സ്റ്റീലിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ RCC സ്ട്രക്ചേഴ്സിലാണെങ്കിൽ
കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഇത്ര ഡയമീറ്റർ ബാർ എന്ന് നമ്മൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ബിടെക്കിൽ പഠിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ലേൺ ഓൾ ദോസ് കോൺസെപ്റ്റ്സ് ദെയർ. സോ അപ്പോൾ അവിടെ നമുക്ക് അവിടെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ബാർസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിറപ്പ് ടൈൽസ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നമ്മൾ വെയിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ക്വിൻ്റൽ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ക്വിൻ്റൽ എന്ന് പറയും. ഒരു മാർക്കറ്റിൽ ജനറൽ രീതിയിൽ ടൺസിൽ പറയും, അല്ലെങ്കിൽ കെ ജിസിലും പറയും. ചെറിയ ക്വാണ്ടിറ്റി ഒക്കെയാണ് കിലോഗ്രാമിൽ പറയും. പിന്നെ പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ടൺ എത്ര കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ ഒരു ക്വിൻ്റൽ എത്ര കിലോഗ്രാം ആണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ ബെൻഡിങ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, ഓക്കെ, സിമ്പിളായിട്ടാണ് പറഞ്ഞത്. സ്റ്റീൽ സ്ട്രക്ചേഴ്സിലാണ് ഈ ചാനല്, ആംഗിള്, അയൺ, അതൊക്കെ ടി സെക്ഷൻസ് ഒക്കെ വരുന്നത്. ഇതല്ലാതെ റീഇൻഫോഴ്സ്മെന്റ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഡ്രസ് വർക്കിനൊക്കെ എല്ലാ ബീം, കോള, അതെല്ലാം നമുക്ക് ചാനൽ സെക്ഷനോ ഐ സെക്ഷനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് വരുന്ന വേറൊരു ഇതാണ് സ്ക്വയർ ട്യൂബ് വർക്ക്. സ്ക്വയർ ട്യൂബ് വർക്ക് വളരെ പണ്ടത്തെ മെറ്റീരിയൽ GI ഷീറ്റ്, GI പൈപ്പ്, അല്ലെങ്കിൽ നോർമൽ അയൺ സെക്ഷൻസിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇക്കാലത്ത് സ്ക്വയർ ട്യൂബ് വർക്ക് ഒരുപാട് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് കുറവാണ്, ഈ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് ലോഡ് താങ്ങണ്ടാത്ത സിറ്റുവേഷൻസിൽ, അതായത് ഇപ്പോൾ ഗേറ്റിൻ്റെ കാര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ വെയിറ്റ് വരാത്ത പോർഷൻസിലൊക്കെ നമുക്ക് സ്ക്വയർ ട്യൂബ് വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീടുകളിലൊക്കെ, വീടിൻ്റെയൊക്കെ മുകളിൽ ടാങ്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് നമ്മൾ വെക്കാറുണ്ട്. കാര്യം ഹൈറ്റ് കിട്ടാൻ വേണ്ടി. ഹൈറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളത്തിന് പ്രഷർ കിട്ടത്തുള്ളൂ ടാപ്പിലൊക്കെ. സോ അതിന് വേണ്ടി നമ്മൾ ടാങ്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് ആൾക്കാർ ഉണ്ടാക്കി ചെയ്യാറുണ്ട്. സോ അതെല്ലാം കുറച്ചുകൂടി വെയിറ്റ് താങ്ങേണ്ടതാണെങ്കിൽ നമുക്ക് സ്ക്വയർ ട്യൂബിൽ ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. നോർമൽ അയൺ സെക്ഷൻ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്റ്റീൽ സെക്ഷൻ തന്നെയാണ് നല്ലത്. മറിച്ച് വെയിറ്റ് കുറവാണ്, ഇപ്പോൾ ഗേറ്റിനൊക്കെ നമുക്ക് സ്ക്വയർ ട്യൂബ് വർക്കാണ് നല്ലത്. വെയിറ്റ് കൂടിയ അയണിൻ്റെ ഒക്കെ ഗേറ്റ് ഇട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സപ്പോർട്ട് വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ സപ്പോർട്ട് ഒരുപാട് വെയിറ്റ് വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലുള്ള പില്ലേഴ്സ്, ഗേറ്റിന് രണ്ട് സൈഡും ഈ ഗേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹിഞ്ചസ് കൊടുക്കുമല്ലോ, അവിടോട്ടൊക്കെ ഒരുപാട് ലോഡ് വരുമ്പോൾ അത് പെട്ടെന്ന് ക്രാക്ക് വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ സ്ക്വയർ ട്യൂബ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഓക്കെ, ഇവിടെയും പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ അയൺ റിലേറ്റഡ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് നോക്കാം, ഹോൾസിൻ്റെ കാര്യത്തിൽ ബോറിംഗ് ഹോൾസ് ഇൻ അയൺ നമ്പേഴ്സിലാണ് പറയുന്നത്, എത്ര ഹോൾസ് അനുസരിച്ചിട്ടാണ്. പിന്നെ പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് പൈപ്പ് ആയിക്കോട്ടെ, പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഡയമീറ്റർ പൈപ്പ് ഇത്ര മീറ്റർ എന്നേ പറയത്തുള്ളൂ. അതായത് ഇപ്പം 10 സെൻറ്റിമീറ്റർ പൈപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഞ്ചിലും പറയും. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര ഇഞ്ചാണ്? ഒരു ഇഞ്ചെന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ 4 ഇഞ്ച് അല്ലേ, 4 ഇഞ്ച് പൈപ്പ് ഇത്ര മീറ്ററിനെ പറയത്തുള്ളൂ. അതിനുശേഷം റിവറ്റ്, ബോൾട്ട്, നട്ട്, അത് സ്റ്റാൻഡേർഡ്സ് പ്രകാരം വെയിറ്റിലാണ് പറയുന്നത്. ക്വിൻ്റൽ അല്ലെങ്കിൽ വെയിറ്റിൽ പറയും. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ രണ്ട് രീതിയും പറയുന്നത്, ഒരു സൈഡിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മറ്റു സൈഡിൽ സൈറ്റിൽ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില രീതികളും ഉണ്ട്. സോ അതും നിങ്ങൾക്ക് അവെയർ ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടും പറയുന്നത്. സൈറ്റിലൊക്കെ നമ്മളിപ്പോൾ നമ്പേഴ്സിലും പറയും, ഇത്ര നമ്പർ സ്ക്രൂ വേണം, അല്ലെങ്കിൽ ആ രീതിക്ക് നമുക്ക് പറയാറുണ്ട്. പിന്നെ വയർ ഫെൻസിങ് നമ്മൾ മീറ്ററിലാണ്. അയൺ ഗേറ്റ്, ഗേറ്റിനൊക്കെ നമുക്ക് സ്ക്വയർ മീറ്റർ രീതിക്ക് പറയാം. പിന്നെ ഹോൾഡ് ഫാസ്റ്റ് ആണ് ക്വിൻ്റലിലാണ്. പിന്നെന്താണ്, റെയിലിംഗ് മീറ്ററിൽ പറയും. പിന്നെ ഗ്രില്ലാണ് സ്ക്വയർ മീറ്റർ. നമ്മൾ ഗ്രില്ലിടുക എന്ന് പറയാറില്ല, അതായത് ഇപ്പം അത് തന്നെ, ഇപ്പം ഡോറിൻ്റെ ഒക്കെ പുറത്തായിട്ട് നമ്മൾ ഗ്രില്ലും കൂടി ഇട്ട്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സിറ്റ് ഔട്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഗ്രില്ല് ഇടാറുണ്ട്. സോ അതൊക്കെ നമുക്ക് സ്ക്വയർ മീറ്റർ
കാണിക്കാം. പിന്നെ ഷട്ടർ സ്ക്വയർ മീറ്റർ ആണ്. റോളിംഗ് ഷട്ടർ ഇപ്പം നമ്മൾ കടകളിലൊക്കെ അടയ്ക്കാൻ വേണ്ടി റോളിംഗ് ഷട്ടർ യൂസ് ചെയ്യും. സോ അത് സ്ക്വയർ മീറ്റർ ആണ്. പിന്നെ ഇപ്പോൾ റോളിംഗ് ഷട്ടർ അതിൻ്റെ എത്ര സ്ക്വയർ മീറ്റർ ഇവിടെയും പറയാണ് സ്ക്വയർ മീറ്റർ സ്റ്റാൻഡേർഡ്സ് ആണ്. യൂസേജ് വൈസ് പറയുകയാണെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറയും. ഓക്കെ, നാട്ടിലെ കേസ് സിറ്റുവേഷൻ പറയാണ്. നാട്ടിൽ സ്ക്വയർ ഫീറ്റ് എന്ന് നമ്മൾ പറയും. ഇത്ര ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്രയാണ് റേറ്റ് എന്നും പറയും. മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് എമൗണ്ട് കണ്ടുപിടിക്കുക. സോ അതേപോലെ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, അതിനും നമ്മൾ സ്ക്വയർ മീറ്റർ ആണ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൂഫിംഗ്. റൂഫിങ്ങിൻ്റെ കേസിൽ general most of the cases roofing will be expressed in square meter അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ റൂഫിംഗ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന റൂഫിംഗ് മെറ്റീരിയൽസ് ആണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഓട്, അതായത് മാംഗ്ലൂർ ടൈല്, അലഹബാദ് ടൈല്, പലതരത്തിലുള്ള ടൈൽസ് ഉണ്ട് അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലോറിംഗ് ടൈലല്ല, മറിച്ച് റൂഫിംഗ് ടൈലാണ്. സോ റൂഫിംഗ് ടൈല് എൻ്റെ യൂണിറ്റ് നമ്മൾ സ്ക്വയർ മീറ്ററിൽ പറയും. സ്ക്വയർ മീറ്റർ അത് അതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള റൂഫിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അത് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുക, അതിനെപ്പറ്റി എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ റേറ്റ് എന്താണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യാം. അതിനുശേഷം കൺട്രി ടൈൽ റൂഫ്, അതായത് പലതരത്തിലുള്ള ഇതിൻ്റെ പറഞ്ഞ പോലെ റൂഫിംഗ് മെറ്റീരിയൽസ് ആണ്. ഇതിനകത്ത് ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ യൂസിങ് അല്ല. ആസ്ബസ്റ്റോസ്, സിമെന്റ് ഷീറ്റ്, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ആസ്ബസ്റ്റോസ്, പിന്നെ അയൺ ഷീറ്റ് റൂഫ്, അതെല്ലാം പോപ്പുലർ ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ജസ്റ്റ് പറയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ജനറലി യൂണിറ്റ് സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ പറയാറ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് പ്ലാസ്റ്ററിങ്. ഐ മീൻ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരികയാണ്. പ്ലാസ്റ്ററിങ്, പോയിന്റിങ് ആൻഡ് ഫിനിഷിംഗ്. സോ പ്ലാസ്റ്ററിങ്ങിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ മീറ്റർ ആണ്, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ്. സോ മീറ്റർ സ്ക്വയറിൽ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു വോളിൻ്റെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സോ ഇത്രയും പോർഷൻ പ്ലാസ്റ്റർ ചെയ്യാൻ അതിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലെങ്ത് മൾട്ടിപ്ലൈ ബൈ ഈ ഹൈറ്റ് അല്ലേ. ലെങ്ത് മൾട്ടിപ്ലൈ ബൈ ഹൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെയാണ് എടുക്കുന്നത്. സോ പോയിന്റിങ്ങിൻ്റെ കേസിലായാലും സ്ക്വയർ മീറ്റർ തന്നെയാണ്. പോയിന്റിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, പോയിന്റ് ചെയ്യുക, അതിന് പോയിന്റിങ് സ്ക്വയർ മീറ്ററിലാണ്. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ടേം ആണ് ഡാഡോ. ഡാഡോ എന്ന് ഉദ്ദേശിക്കുന്ന സിംപ്ലി പറയുകയാണെങ്കിൽ ഡാഡോയും സ്കേർട്ടിങ്ങും ഏകദേശം സിമിലർ ആണ്. ഡാഡോ എന്ന് പറയുന്നത് ഒരു നോർമലി മീനിങ് വൈസ് പറയുകയാണെങ്കിൽ ഒരു വോളിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന പോർഷനാണ് ഈ ഡാഡോ. സോ അവിടെ ഡാഡോയിൽ സാധാരണ വുഡൻ സ്ട്രിപ്പുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പണ്ട് വീടുകളിലൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്സിലൊക്കെ വുഡൻ സ്ട്രിപ്പായിട്ട് കൊടുക്കും. സോ അതിനെല്ലാം നമ്മൾ ഡാഡോ സ്ക്വയർ മീറ്ററിൽ പറയും. പക്ഷെ സ്കേർട്ടിങ്ങിൻ്റെ കേസിൽ സ്കേർട്ടിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ടൈലിൻ്റെ. ഇപ്പോൾ ഇവിടെ ഫ്ലോറിങ് നമ്മൾ ടൈൽ ഇട്ടതിന് ശേഷം ആ ടൈലിൻ്റെ അതേ മെറ്റീരിയൽ കൊണ്ട് ജസ്റ്റ് ഒരു ലെയർ സ്ട്രിപ്പ് പോലെ നീളത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനെയാണ് സ്കേർട്ടിങ് എന്ന് പറയുന്നത്. സ്കേർട്ടിങ്ങിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. എത്ര മീറ്ററിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഈ മീനിങ് അല്ലെ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ്. സ്കേർട്ടിങ് ഇതൊക്കെ നാളെ സൈറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് വരുന്നതാണ്. സ്കേർട്ടിങ് എന്ന് നാളെ ഒരാൾ പറഞ്ഞാൽ അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സ്കേർട്ടിങ് മീറ്ററിലാണ് പറയുന്നത്. അതിനുശേഷം ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ പെയിൻറ്റിങ്, ഡിസ്റ്റംപറിങ് ഇതെല്ലാം മെറ്റീരിയൽ വൈസ് സെപ്പറേറ്റ് ആണ്. വൈറ്റ് വാഷിങ്, കളർ വാഷിങ്,
സ്നോസം പെയിന്റ്, ഇതെല്ലാം പെയിന്റും വെറൈറ്റി മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം സ്ക്വയർ മീറ്ററിലാണ് പറയുന്നത്. പ്ലാസ്റ്ററിങ്ങിന്റെ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് പെയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത്. സോ അതെല്ലാം ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ ഏരിയ അവിടെ നമുക്ക് വോളിയത്തിലേക്ക് പോകണ്ട, മറിച്ച് ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ഏരിയ കണ്ടുപിടിക്കുക, അതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഇതെല്ലാം പെയിന്റിങ്ങിന്റെ വെറൈറ്റീസ് ആണ്. സോ ജനറൽ പെയിന്റിങ് നമുക്ക് സ്ക്വയർ മീറ്ററിലാണ് വരുന്നത്. പ്ലാസ്റ്ററിങ് പോലെ തന്നെയാണ്, സിമിലർ ടു പ്ലാസ്റ്ററിങ് തന്നെയാണ്. സോ പെയിന്റിങ്ങിന്റെ കേസിൽ പക്ഷേ ഇൻ സം കേസസ്, അതായത് ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. പെയിന്റിങ് ലെറ്റേഴ്സ് ആൻഡ് ഫിഗേഴ്സ്, അതായത് ചെറിയ അല്ലാത്ത ഒരു ലെറ്റേഴ്സിനൊക്കെ കൂടുതൽ വർക്ക്മാൻഷിപ്പ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കവിടെ നമ്പേഴ്സിലും മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ റിഗാർഡിങ് ഫ്ലോറിംഗ്, നമുക്ക് ഫ്ലോറിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണിപ്പോൾ. ഇൻ ജനറൽ ഫ്ലോറിംഗ് നമ്മൾ പറയുന്നത് സ്ക്വയർ മീറ്ററിലാണ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ നാട്ടിലെ കാര്യം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ സ്ക്വയർ ഫീറ്റ്. ഇപ്പോൾ സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റിലും പറയും. ഇപ്പം പലതരത്തിലുള്ള ഫ്ലോറിംഗ് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ് LC ലൈം കോൺക്രീറ്റ് ഫ്ലോറിംഗ്, അത് സ്ക്വയർ മീറ്ററിലാണ്. അതല്ല സ്റ്റോൺ ഫ്ലോറിംഗ് ആണെങ്കിലും സ്ക്വയർ മീറ്റർ ആണ്. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ ഏതൊക്കെയാണ് അവൈലബിൾ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. പോപ്പുലറായിട്ട് ടൈലിംഗ് മെറ്റീരിയൽ ഏതാണ്? ടൈൽസ് ഉണ്ട്, ഫ്ലോറിംഗ് ടൈല്, അതായത് വിട്രിഫൈഡ് പോർട്സ്ലൈൻ ടൈൽസ് ഉണ്ട്. പിന്നെ മാർബിൾ, ഗ്രാനൈറ്റ്. ഇതിന് മുമ്പൊക്കെയാണ് മൊസൈക്ക് ഫ്ലോറിങ് പോപ്പുലർ ആയിരുന്നു. ഇപ്പം പക്ഷെ അതൊക്കെ കാണാറില്ല. സോ അങ്ങനെ അതൊക്കെയാണ് ഈ കാണിച്ചിരുന്നത്. ഇൻ ജനറൽ എല്ലാം സ്ക്വയർ മീറ്റർ തന്നെയാണ്. ഓക്കെ. സോ അതിനുശേഷം ഓർണമെന്റൽ കോർണിസ് വർക്ക് നേരത്തെ പറഞ്ഞതുപോലെ മീറ്റർ ആണ്. പിന്നെ മെറ്റീരിയൽസ് വൈസിട്ട് പറയുമ്പോൾ ബ്രിക്സിന്റെ നമ്പേഴ്സ്, ഇവിടെ പെർസെൻറ്റേജ് നമ്പേഴ്സ് ആണ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. പക്ഷെ ഇൻസൈറ്റ് നമുക്ക് ഇത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം, അല്ലെങ്കിൽ ഇത്ര സിമെന്റ് എങ്ങനെയാ പറയുന്നത്, ഇത്ര ബാഗ്സ് വേണം. ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 50 കിലോഗ്രാം ആണ്. സോ എത്ര നമ്പർ ഓഫ് ബാഗ്സ് വേണമെന്നാണ് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ പറയാറുള്ളത്. അതേപോലെ സാൻഡ്, അഗ്രിഗേറ്റ്സ്, അതെല്ലാം നമ്മൾ എന്തിനാണ് പറയുന്നത്, ക്യൂബിക് മീറ്റർ, ഇത്ര അടി അല്ലെങ്കിൽ ക്യൂബിക് ഫീറ്റ് അല്ലെങ്കിൽ ക്യൂബിക് അടി അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എത്ര വേണം എന്നാണ് വി യൂസ് ടു ഓർഡർ ദം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന മെറ്റീരിയൽസിൻ്റെ രീതികൾ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, സപ്ലൈ ഓഫ് വേരിയസ് മെറ്റീരിയൽസിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഇപ്പോൾ ബിറ്റുമെൻ, കോള്, അതൊക്കെ ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്യുന്നവർക്ക് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ബട്ട് ഇൻ കേസ് ഓഫ് ബിൽഡിംഗ് പ്രൊജക്ട്സ്, ടാർ, കോൾ നമുക്കധികം യൂസ് വരില്ല. പിന്നെ ഇലക്ട്രിക്കൽ വയർ, സ്വിച്ച്, ഇപ്പം ഓക്കെ, ഇത് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്. നമുക്ക് സ്വിച്ച്, പ്ലഗ്, സീലിംഗ് ബോക്സിലുള്ള റോസസ്, ബൾബ്സ്, ബ്രാക്കറ്റ്സ്, അതെല്ലാം നമ്പേഴ്സിലാണ് പറയുന്നത്. ഇപ്പം ഇത്ര വാട്ട്സ് ബൾബ്, അതായത് 12 വോൾട്ട് അല്ലെങ്കിൽ 9 വാട്ട്സ്, അതിൻ്റെയൊക്കെ എത്ര നമ്പർ ഓഫ് ബൾബ് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അതേപോലെ ബാക്കി മെക്കാനിക്കൽ റിലേറ്റഡ് ഫിറ്റിങ്സ്, അതായത് ഇപ്പം പ്ലംബിംഗ് ഫിറ്റിങ്സ് വരില്ലേ, ടാപ്പ് അല്ലെങ്കിൽ അതെ ഷവറിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നമ്പേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ സാനിറ്ററി ഐറ്റംസ് ഉണ്ട്, വാഷ് ബേസിൻ, ക്ലോസറ്റ്, അതെല്ലാം നമുക്ക് നമ്പേഴ്സിൽ പറയാറുണ്ട്. ഇത്ര വാഷ് ബേസിൻ വേണം. പിന്നെ വാഷ് ബേസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻസ് അവൈലബിൾ ആണ്. കൗണ്ടർ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ദം. അതായത് അതായത് മെയിൻ, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉള്ള വാഷ് ബേസിൻ, ജനറൽ ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്ന വാഷ് ബേസിനൊക്കെ നിലവിൽ കൂടുതൽ കേസുകളിൽ കൗണ്ടർ ടോപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഒരു കൗണ്ടർ ഉണ്ടാവും, ഒരു ഗ്രാനൈറ്റിൻ്റെ
സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വാഷ് ബേസിൻ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. സാധാരണ അല്ലാതെ ഉള്ള വാഷ് ബേസിൻസ് എങ്ങനെയാണ്, വാഷ് ബേസിൻ്റെ ബൗളിൻ്റെ താഴോട്ട് ഒരു പൈപ്പ് അല്ലെങ്കിൽ അതിനെ ഒരു കവർ ചെയ്തൊരു പോർഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് ആ ഒരു ബൗള് മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റൂ. ആ ബൗള് ഒരു ഒരു എന്താണ് ഒരു ഗ്രാനൈറ്റ് സ്ലാബിൻ്റെ മുകളിൽ ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് അല്ലേ. സോ അതാണ് കൗണ്ടർ ടോപ്പ്. സോ അതെല്ലാം നമ്മൾ നമ്പേഴ്സിലാണ് പറയുന്നത്. സ്റ്റീലിൻ്റെ കേസിൽ ക്വിൻ്റലിലാണ്, ടിമ്പറിൻ്റെ കേസിൽ ക്യൂബിക് മീറ്ററിലാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സപ്ലൈ വാട്ടർ ക്ലോസറ്റ്, വാഷ് ബേസിൻ, അതെല്ലാം കൗള്, ട്രാപ്പ്, അതെല്ലാം ഒരു മെക്കാനിക്കൽ MEP സെക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ നമ്പേഴ്സിലാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന കുറേ ടേംസ് ഉണ്ട്, അതൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സ്വയം കണ്ടെത്തി പഠിക്കുമ്പോൾ അതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. മെയിൻലി ഇതെല്ലാം MEP റിലേറ്റഡ് ആണ്. നാളെ സൈറ്റിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്ന് പെട്ടെന്നൊരു ടേം പറയുകയാണ്, കൗൾ എന്നൊരു വേർഡ് കേട്ടാൽ അത് എന്താണെന്ന് മനസ്സിലാവണം. സോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ടേംസ് ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം മീ, ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇത് പെയിൻറ്റിൻ്റെ മെറ്റീരിയൽ ഇത്ര ലിറ്റർ വേണം എന്നുള്ളൊരു രീതി. ഇപ്പം ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് എത്ര 20 ലിറ്ററിൻ്റെ ഒക്കെ ബക്കറ്റ്സിലാണ് നമുക്ക് പെയിൻറ്റ് കിട്ടാറുള്ളത്. 20 ലിറ്റർ മാത്രമല്ല, അതിൽ കുറവുള്ളത് കൊണ്ട് മാക്സിമം 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ നമുക്ക് പെയിൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ലിറ്ററിലാണ് കാണുന്നത്. ഓക്കെ, ചില കേസിൽ അത് കിലോഗ്രാം, സ്റ്റിഫ് പെയിൻ്റ് ആണ് കിലോഗ്രാമിൽ കാണും. ചില കേസിൽ ബ്ലാസ്റ്റിങ്ങിനൊക്കെ എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്യുമ്പോഴും അത് വെയിറ്റിലായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടി മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സ്റ്റീൽ റിലേറ്റഡ് മെറ്റീരിയൽസ് ആണ്. സ്റ്റീൽ റിലേറ്റഡ് മെറ്റീരിയൽസ് ഇവിടെ നിങ്ങൾ നോക്കുക, അയൺ വർക്ക്സ് ക്വിൻ്റൽ ആണ്, പിന്നെ ജോയിസ്റ്റ് ചാനൽസ് എല്ലാം സെൻറ്റിമീറ്റർ, പിന്നെ ആംഗിൾസ് സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ ആവാം, അതല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റും ആവാം. അത് പൊതുവെ ഇത്രയും മനസ്സിലാക്കുക. ഏരിയയിൽ കാണിക്കുന്നത്, ലെങ്ത്തിൽ കാണിക്കുന്നത്, വോളിയത്തിൽ കാണിക്കുന്നത്, വെയിറ്റിൽ കാണിക്കുന്നത്. സോ ഇത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണം, ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ലെങ്ത് എടുക്കണം, ബ്രെഡ്ത്ത് എടുക്കണം, ഹൈറ്റ് എടുക്കണമെന്ന് മനസ്സിലേക്ക് വരത്തുള്ളൂ. ശരിയല്ലേ? സോ അത് ഏതൊക്കെ വർക്ക് ഏതൊക്കെ യൂണിറ്റിലാണ് പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള സബ്ജക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് സൈറ്റിൽ പോകുമ്പം ആവശ്യം വരുന്ന സബ്ജക്റ്റാണ്. ഇത് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പഠിക്കണ്ട, മറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുക. മാർക്ക് ഇച്ചിരി കുറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. കാര്യം ഇന്നല്ലേ നാളെ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഞാൻ ഗ്യാരണ്ടി ഉപകാരപ്പെട്ടിരിക്കും. മാത്രമല്ല, ഇപ്പം ഇവിടെ പഠിക്കുന്നതിൻ്റെ നമ്മളിപ്പോൾ പ്രോബ്ലംസ് ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ പ്രോബ്ലം പഠിക്കുന്നതിന് മുമ്പ്, ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചു വെക്കുക. കാര്യം പ്രോബ്ലം ചെയ്യുമ്പം ഇന്ന ഐറ്റം എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കും, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയത്തേ ഉള്ളൂ. അപ്പം ഓരോ ഐറ്റംസ് ഓഫ് വർക്ക് ഏതൊക്കെ യൂണിറ്റിലാണ് പറയുന്നതെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഐറ്റം പറഞ്ഞാൽ അത് ബിൽഡിങ്ങിൻ്റെ എവിടെ വരുന്നു, ഏത് സ്റ്റേജിൽ വരുന്നു എന്നുള്ളത് കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു, കോർണിസ് എന്ന ഒരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കോർണിസ് വർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു, അത് ഏത് സ്റ്റേജിലാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതാണ്. സ്കേർട്ടിംഗ് എന്നൊരു ടേം ഞാൻ പറഞ്ഞു. സ്കേർട്ടിങ്ങിൻ്റെ കേസ് എവിടെയാണ് സ്കേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ടൈലിൻ്റെ, ഫ്ലോറിങ്ങിൻ്റെ, വോളിൻ്റെ ആ കോർണറിൽ വരുന്ന, ബോട്ടത്തിൽ വരുന്ന പോർഷനാണ് സ്കേർട്ടിംഗ്.
അതേപോലത്തെ ടേംസ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ ഈ പഠിപ്പിച്ചതിനകത്തിരിക്കുന്ന ഓരോ ടേംസും ബിൽഡിങ്ങിൻ്റെ അതെന്താണെന്നും ബിൽഡിങ്ങിൽ അത് എവിടെ വരുന്നതെന്നും ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഒബ്സർവ് ചെയ്ത് പഠിക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഇത്രയും പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. കോണ്ടാക്ട് ചെയ്യാം, വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.